ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങളുടെ ജനന തീയതി മാത്രം മതി നിങ്ങളുടെ A to Z കാര്യങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും ഭാഗ്യനിറം, ഭാഗ്യ തീയതികൾ, ശ്രദ്ധിക്കേണ്ട തീയതികൾ, ഭാഗ്യ ദിവസങ്ങൾ, ജീവിതത്തിലെ ശ്രദ്ധിക്കേണ്ട വയസ്സുകൾ, പ്രയോജനപ്പെടുത്താവുന്ന വയസ്സുകൾ, ഏത് കാര്യം ചെയ്താൽ നിങ്ങൾക്ക് അത്ഭുതകരമായ ജീവിതം മാറും, സമ്പത്ത് വരും എന്ന് വേണ്ട, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ജനന തീയതി മാത്രം മതി. ഏത് മാസമാണെങ്കിലും കുഴപ്പമില്ല. മാസത്തിൻ്റെ അകത്ത് ഇവിടെ മാസം ഏതാണെങ്കിലും യാതൊരു കുഴപ്പമില്ല. മാസം ഏതും ആയിക്കോട്ടെ. ഈ പറയുന്ന ജനന തീയതികളിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ അത് എല്ലാ തീയതികളെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ ഈ കാര്യമാണെന്ന് പറയുന്നത്. ഇപ്പം ഞാനൊരു കാര്യം പറയുമെന്ന് പറഞ്ഞാൽ അത് വ്യക്തമായിട്ട് പറഞ്ഞു തന്നിരിക്കും. അത് നിങ്ങൾ മുഴുവൻ കാണാൻ ശ്രമിക്കണം. എനിക്ക് വേണമെങ്കിൽ ഒരു കുറച്ച് ജനന തീയതിയുടെ പറഞ്ഞിട്ട് ബാക്കി പാർട്ടായിട്ട് വീഡിയോ ഇടാം. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെയല്ല. ഇപ്പം ഞാൻ ജനന തീയതിയെക്കുറിച്ച് പറയുന്നു, കുറച്ച് തീയതികളെക്കുറിച്ച് മാത്രം പറയുമ്പം ബാക്കിയുള്ള ആളുകൾക്കും അത് കാണാനും അറിയാനും ആഗ്രഹമുണ്ട്. അപ്പോൾ അവർക്ക് ഞാൻ പാർട്ടായിട്ട് ഒരു 3-4 വീഡിയോ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അപ്പം ചിലരത് കാണണമെന്നില്ല. അതുകൊണ്ട് ഒറ്റ വീഡിയോയിൽ തന്നെ ഞാൻ എല്ലാ ജനന തീയതികളും ഇടയും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഭാഗ്യ തീയതിയും ഭാഗ്യ ദിവസവും ശ്രദ്ധിക്കേണ്ട വയസ്സുകളും നല്ല വയസ്സുകളും ജീവിതത്തിൽ രക്ഷപ്പെടാൻ എന്ത് ചെയ്യണമെന്നുള്ളതും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. എല്ലാ ജനന തീയതി ഉള്ളവർക്കും വേണ്ടി ഈ വീഡിയോ മുഴുവൻ കാണണം. കാരണം ഞാൻ ഇത്രയും ബുദ്ധിമുട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ അത് നിങ്ങൾ മുഴുവൻ കാണണം. അതിലൊരു സത്യമുണ്ട്, അതിലൊരു നന്മയുണ്ട്. അതുകൊണ്ട് മുഴുവൻ കാണണം. പിന്നെ ആദ്യം ഞാൻ പറയാൻ പോകുന്നത്, ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരും ഉറപ്പായിട്ടും. പക്ഷേ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ഒരു 3 കാര്യങ്ങളെക്കുറിച്ചാണ്. നിങ്ങൾ ഏത് വ്യക്തിയുമായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത്ഭുതകരമായി സമ്പത്തെ, വശ്യം എന്ന് വെച്ചാൽ വളരെ നിങ്ങൾ എവിടെ ചെന്നാലും ഏത് കാര്യം പെട്ടെന്ന് സാധിച്ചു കിട്ടും. വശ്യം, അത്ഭുതകരമായ സമ്പത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തരുന്ന 2 കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ആ 2 കാര്യങ്ങൾ പറഞ്ഞിട്ട് വേറെ ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ എല്ലാ ജനന തീയതിയെയും കുറിച്ച് ഞാനീ പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ വീഡിയോ മുഴുവൻ കാണണം. അപ്പോൾ ആദ്യം ആ 2 കാര്യങ്ങൾ പറയാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ല നല്ല ആളുകളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യണം. കാരണം ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊന്നും മിക്കവാറും ആരും അധികം ആളുകൾ കാണാറില്ല. കാരണം ഞാനിത് പറയാൻ കാര്യം, നിങ്ങൾ വീഡിയോ നോക്കിക്കൂ, 1100 മേൽ വീഡിയോ ഉണ്ട്. അത് ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് ഒരുപാട് ജീവിതങ്ങൾ മാറിയിട്ടുണ്ട്. ഇന്നിപ്പം തിരുവനന്തപുരത്ത് നിന്ന് ഒരു അമ്മ എന്നെ കാണാൻ ഇവിടെ വന്നു. ആ അമ്മ വന്നത് എന്തിനാണെന്നറിയാമോ? ആ അമ്മയ്ക്ക് 8 ലക്ഷം രൂപ കിട്ടാനുണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, 8 ലക്ഷം രൂപ കിട്ടാനുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഈ നാവ് കൊണ്ട് ഭദ്രകാളിക്ക് പറഞ്ഞ ഒരു ചെറിയ വഴിപാട്, സാധാരണ ഒരു വഴിപാട് ചെയ്ത് 4 ലക്ഷം രൂപ അമ്മയ്ക്ക് കിട്ടി. 4 ലക്ഷം. അത് അമ്മ ഇവിടെ വന്നു എൻ്റെ അടുത്തുള്ള പുത്തൻകാവൽ അമ്പലത്തിൽ ആറുനാഴി പായസം കഴിച്ചു. അത് എങ്ങനെ നേരണം എന്നെല്ലാം, എന്ത് നേരണം, എങ്ങനെ നേരണം, ഏത് ക്ഷേത്രത്തിൽ നേരണം എല്ലാം ഞാനാണ് പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ടാണ് അമ്മ എന്നെ കാണാൻ വന്നത്. ഇവിടെ വന്നു പുത്തൻകാവലമ്മയ്ക്ക് ആറുനാഴി പായസം കഴിച്ചിട്ട് എന്നോട് ഇവിടെ വന്ന് പറഞ്ഞു 8 ലക്ഷം കിട്ടാനുള്ളത് 4 ലക്ഷം കിട്ടി. 4 ലക്ഷം കിട്ടി. അപ്പോൾ അത് വളരെ സന്തോഷം. എന്നിട്ട് എനിക്ക് ഈ കൃഷ്ണൻ്റെ ഫോട്ടോയുടെ മുന്നിൽ അമ്മ ഇതും വെച്ചിട്ട് പോയി. ഇപ്പം നടന്ന സംഭവം 2000 രൂപ. ഞാൻ ഒന്നും ആവശ്യപ്പെട്ടതല്ല, അമ്മയുടെ സന്തോഷത്തിന് വെച്ചിട്ട് പോയതാണ്. അപ്പോൾ എനിക്ക് അതിലൊന്നുമല്ല, എൻ്റെ സന്തോഷം അമ്മയ്ക്ക് ആ 4 ലക്ഷം രൂപ കിട്ടിയതിലാണ്, അതെന്നോട് പറഞ്ഞതിലാണ്. എന്നോട് വേണേൽ പറയാതിരിക്കാം. ഇവിടെ വന്ന് അതെനിക്ക് വെച്ചിട്ട് പെട്ടെന്ന് അങ്ങ് പോയി അമ്മ. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിതിലൊന്നുമല്ല സന്തോഷം, പിന്നെ അത് അമ്മയുടെ സന്തോഷത്തിന് വെച്ചതാ, അത് അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ എനിക്ക് അതിവിടെ വെച്ചിട്ട് പോയി, ഭഗവാനെ സമർപ്പിച്ചിട്ട് പോയി. അപ്പോഴത് എന്തായാലും അതിലല്ല, അമ്മയുടെ കാര്യം നടന്നു, എന്നോട് വന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും അങ്ങനെ ഒരുപാട് ജീവിതങ്ങൾ മാറ്റിയിട്ടുണ്ട്. നമ്മൾ അതും ഇതിൻ്റെയൊക്കെ പുറകെ നടന്ന് അതും ഇതും ചെയ്യുന്നതിലൊന്നും അല്ല കാര്യം. അപ്പം എൻ്റെ ഓരോ വീഡിയോയിലും ഇതുപോലെയുള്ള, നിങ്ങൾ നോക്കിക്കോ, പുത്തൻകാവമ്പലത്തിൽ ആറുനാഴി പായസം എൻ്റെ പഴയ വീഡിയോയിലോട്ട് പോയി നോക്കിക്കോ. ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊരു പക്ഷേ എൻ്റെ വീഡിയോ കാണുമ്പോൾ ഇപ്പോൾ ഒരു കറുത്ത ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും വരുന്നത്. എന്നാ കാണാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് വിട്ടിട്ടുണ്ടായിരിക്കാം.
കാരണം എൻ്റെ വീഡിയോ ശ്രദ്ധിച്ചാൽ അറിയാം, എല്ലാ വീഡിയോയ്ക്കും ഒരു 3000, 5000, 7000 ഓടിയൊക്കെ നിൽക്കും. നിങ്ങൾ നോക്കിക്കോളൂ. അപ്പോൾ ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ അധികം ആളുകൾ അറിയുന്നില്ല. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ആ ഭഗവാനെ വിശ്വസിച്ച് തന്നെ പറയാം. എൻ്റെ എല്ലാ വീഡിയോയിലും ജീവിതം മാറ്റുന്ന കാര്യങ്ങളാണ്, ഏതൊരു സാധാരണക്കാരൻ ചെയ്ത കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ ഈ സംഖ്യാരഹസ്യങ്ങൾ പറയുന്നു, കാണുന്ന എല്ലാവരുടെയും ജീവിതം മാറിയിരിക്കും. അത് മനസ്സിലാക്കുന്നത് ഉറപ്പാണ്, എനിക്ക് യാതൊരു സംശയമില്ല. 100% എനിക്ക് ഉറപ്പാണ്, വിശ്വാസമുണ്ട്. കാരണം അതുപോലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യമാണ് ഈ പുത്തങ്കാവിലമ്മയ്ക്ക് ആറുനാഴി പായസം. ആ 4 ലക്ഷം രൂപ കിട്ടാക്കടം, ബാക്കി 4 ലക്ഷം കൂടെ ഉടനെ കിട്ടുമെന്ന് പറഞ്ഞു. 8 ലക്ഷം ഉള്ളതിൽ കിട്ടാക്കടം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അവർ പൈസ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്കും അതിനുള്ളൊരു സാഹചര്യം വെക്കണം. അത് ആ ദേവി വിചാരിക്കണം. അപ്പം അങ്ങനെ എത്ര കുടുംബങ്ങളാണ് രക്ഷപ്പെട്ടു പോയെന്നറിയോ? അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോകൾ അധികം ആളുകൾ കാണാറില്ല. കാരണം അത്തരം കാര്യങ്ങളാണ് പറയുന്നത്, ജീവിതം മാറുന്ന കാര്യങ്ങളാണ്. ജീവിതത്തിൽ ഏറ്റവും വലിയ ദൗർഭാഗ്യം എന്നാണെന്നറിയോ? നമുക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതോ അല്ലെ ഒന്നും കഴിവില്ലാത്തതോ ഒന്നുമല്ല, അറിയേണ്ട കാര്യങ്ങൾ അറിയാതെ പോകുക, അറിയേണ്ട സമയത്ത് അത് അറിയാതെ പോവുക. അത് ഏറ്റവും വലിയ ദൗർഭാഗ്യം. ഞാൻ ഇതിന് മുമ്പത്തെ 2 വീഡിയോ ഇട്ടു. ആ 2 വീഡിയോയിലും ഒന്ന് ത്രിപുര ഭൈരവിയുടെ ഒരു രഹസ്യവിദ്യ പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്തു നോക്കിക്കൂ, നിങ്ങൾക്കത് അനുഭവിക്കാൻ പറ്റും. ത്രിപുര ഭൈരവിയുടെ വിദ്യയാണ്. ഓം ത്രിപുരായൈ വിദ്മഹേ മഹാഭൈരവ്യേ ധീമഹി തന്നോ ദേവി പ്രചോദയാത്. നിങ്ങളൊരു കർപ്പൂരം കത്തിച്ചിട്ട് ഈ മന്ത്രം കർപ്പൂരനാളത്തെ നോക്കി ഈ ഗായത്രി ജപിക്കുക. നിങ്ങൾ അമ്മയോട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം ആവശ്യപ്പെടുക. അമ്മ എനിക്ക് അന്നും ജീവിക്കാനുള്ള ധനവും സമ്പത്തും നൽകണേ. ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ ധനം വരും. ചെയ്തവർക്കൊക്കെ വന്നിട്ടുണ്ട്. ആ വീഡിയോ ഏറ്റവും കുറച്ച് ആളുകളാണ് കണ്ടിരിക്കുന്നത്. പിന്നെ ആരും ലക്ഷങ്ങൾ കൊടുത്താൽ പറഞ്ഞു തരാത്ത സാക്ഷാൽ ഭദ്രകാളിയുടെ ഒരു രഹസ്യവിദ്യ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് തൊട്ട് മുമ്പത്തെ വീഡിയോ ആണത്. അതിൻ്റെ അകത്ത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കോ. പരീക്ഷിക്കരുതെന്ന് ഞാൻ പരീക്ഷിക്കണമെന്ന് പറയത്തില്ല, നിങ്ങൾ ചെയ്ത് നോക്കിക്കോ. നിങ്ങളിപ്പോൾ ഒരു സ്ഥലത്ത് പോകുന്നു, ഞാനീ പറയുന്ന ഭദ്രകാളിയുടെ വിദ്യ ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിക്കോ. ഇപ്പം അത് ആദ്യം ഇടതുമൂക്കിലൂടെ ശ്വാസമെടുത്ത് ഐം ക്ലീം ഷൗ ഹ്രീം ഭദ്രകാളിയെ നമ എന്ന് മനസ്സിൽ ജപിച്ചിട്ട് വലതുമൂക്കിൽ കൂടെ വിടുക. വലതുമൂക്കിൽ കൂടെ ശ്വാസം എടുത്ത് ഇത് തന്നെ ജപിച്ച് ഇടതുമൂക്കിൽ കൂടെ വിടുക. അപ്പോൾ ഇത് ജപിക്കുമ്പോൾ മൂക്കൊന്നും അടച്ചു പിടിക്കുകയൊന്നും വേണ്ട, സങ്കല്പിച്ച് ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾ ഇത് ഒരു തവണ ചെയ്യുക. ഇത് നമ്മൾ ഒരു ദിവസം തുടങ്ങുമ്പോൾ ഇത് ഒരു തവണ ചെയ്യണം. പിന്നെ എപ്പോഴും മനസ്സിൽ ഐം ക്ലീം ഷൗ ഹ്രീം ഭദ്രകാളിയെ നമ എന്ന് മനസ്സിൽ ജപിച്ചാൽ മതി. എന്നിട്ട് നിങ്ങളൊരു സ്ഥലത്ത് പോകുമ്പോൾ ഈ മനസ്സിൽ ഇത് ജപിച്ച് നോക്കിക്കേ. നിങ്ങളൊരു ക്യൂ നിൽക്കുകയാണ്, നിങ്ങൾ അവസാനം നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ കാര്യം സാധിച്ചു തരും. ഒന്നല്ല, ഒരുപാട് അനുഭവമുണ്ട്, ചെയ്ത് നോക്കിക്കോ ഈ വിദ്യ ചെയ്തോരെ. ഇനി നിങ്ങൾ ഭദ്രകാളിയോട് സമ്പത്ത് ആവശ്യപ്പെടുന്നെങ്കിൽ ധനം അതുപോലെ വരും. ഇത് ലക്ഷങ്ങൾ കൊടുത്താലും ആരും പറഞ്ഞു തരത്തില്ല, പറഞ്ഞുതരാൻ പറ്റത്തുമില്ല. അങ്ങനെ പറഞ്ഞുതരാൻ പറ്റുന്ന ഒരു കാര്യമല്ലത്. കാരണം ഇത് നമുക്ക് ഗുരുക്കന്മാർ അല്ലെങ്കിൽ അതുപോലുള്ള ഈശ്വരീയമായ, ഞാൻ ശിവനെ തപസ് പോലെ ശിവനെ ശ്വാസത്തിൽ ജപിക്കുന്ന ആളാണ്. അപ്പം അങ്ങനെ കിട്ടുന്ന ഒരു സംഭവം, അത് എല്ലാവർക്കും കിട്ടുന്നു, എല്ലാവർക്കും പറയാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. ശരനൂൽ വിദ്യയും കൂടെ. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്തു നോക്കിയോ. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുക, നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങൾ എത്ര ആൾക്കൂട്ടത്തിനിടയ്ക്ക് നിങ്ങളുടെ കാര്യം സാധിച്ചു കിട്ടും. ഇനി നിങ്ങൾ സമ്പത്ത് ഇതിന് വശ്യം വരും. അതാണ്, സമ്പത്താണ് ആവശ്യപ്പെടുന്നതെങ്കിൽ അമ്മ സമ്പത്തും തരും. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകളാണ് ഞാൻ ചെയ്തത്. ലക്ഷങ്ങൾ കൊടുത്താലും പറഞ്ഞു തരാത്ത കാര്യങ്ങൾ, അത്ഭുതകരമായ സമ്പത്ത് ജീവിതത്തിലേക്ക് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊന്നും ആരും കണ്ടിട്ടില്ല. 3000, 6000 ഒക്കെ ഓടി അങ്ങ് നിൽക്കും. അപ്പോൾ എനിക്ക് ചെറിയ വിഷമം തോന്നിയപ്പോഴാണ് ആ അമ്മ ഇന്നിവിടെ വന്ന് അമ്മയ്ക്ക് 4 ലക്ഷം രൂപ കിട്ടിയെന്ന് പറഞ്ഞ് പൈസ ഇവിടെ സമർപ്പിച്ച്. എനിക്ക് ആ പൈസയൊന്നും ഞാൻ ആവശ്യപ്പെട്ടില്ല, അമ്മയോട് അമ്മ തന്നെ വെച്ചിട്ട് പോയതാണ്. പക്ഷെ അമ്മയുടെ ആ കാര്യം നടന്നു, എനിക്ക് വലിയ സന്തോഷം തോന്നി. അപ്പോൾ അത് ആളുകൾക്ക് പ്രയോജനം കിട്ടുന്നുണ്ടല്ലോ, പക്ഷേ ഇത് ഒരുപാട് പേര് അറിയാതെ പോകുന്നല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ഒരു വിഷമം തോന്നി, അത്രയേ ഉള്ളൂ. എന്തായാലും സന്തോഷം തോന്നി അമ്മയുടെ അനുഭവം പറഞ്ഞപ്പോൾ. ഇനിയും സംഖ്യാജ്യോതിഷത്തിലേക്ക് വരികയാണ്. നിങ്ങൾ മുഴുവൻ കാണണം കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിത് ഇത്രയും ബുദ്ധിമുട്ടി ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഞാൻ ബുദ്ധിമുട്ടുമ്പോൾ നിങ്ങളത് മുഴുവൻ കാണണം. അതിനൊരു സത്യമുണ്ട്, ഒരു നേരമുണ്ട്. ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴത് നിങ്ങൾ മുഴുവൻ കാണാതെ പോകരുത്. നിങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ ഞാൻ ശിവവിദ്യ ചെയ്യുന്നുണ്ട്, ഞാൻ ശിവനിൽ തന്നെ ലയിക്കും. എനിക്ക് യാതൊന്നും കൊണ്ടുപോകാനില്ല. നിങ്ങളുടെ ജീവിതത്തിലെ ദുരിതങ്ങൾ മാറാൻ വേണ്ടിയാണ്. എല്ലാ തീയതിക്കാർക്ക് വേണ്ടിയും പറയുന്നുണ്ട്. അത് ഇത്രയും ഞാൻ സമയം മെനക്കെടുത്തി ഇതൊന്നും പെട്ടെന്ന് എത്രയോ നേരങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടി കാര്യങ്ങളെല്ലാം കൂടെ പിന്നെ പറയേണ്ട കാര്യങ്ങളെല്ലാം കൂടെ ആ രഹസ്യവിദ്യകളെല്ലാം കൂടെ ആ മനസ്സിൽ ഉറപ്പിച്ച് എത്രയോ ബുദ്ധിമുട്ടിയാണ് പറഞ്ഞു തരുന്നറിയോ. അപ്പോൾ അത് പ്രയോജനപ്പെടുത്തുക. അപ്പം
അതിനു മുമ്പ് ഒരു കാര്യം പറയാൻ, നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. ഞാൻ എപ്പോഴും തിരക്കായിരിക്കും, വാട്സപ്പിൽ എപ്പോഴും വർക്ക് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഹസ്തരേഖ, സംഖ്യാ ജ്യോതിഷം, ഗ്രഹനില നോക്കുകയാണെങ്കിൽ വാട്സപ്പ് ഇടുക, ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. ഞാൻ ചെയ്യുന്നത് ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ, ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്നത്. അങ്ങനെ ചെയ്തവരാണ് ജീവിതത്തിൽ എല്ലാം നേടിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വീട് സ്ഥലം വിറ്റുപോയി, അത് വലിയ തുകയാണ്. ഞാനത് പറയുന്നില്ല, വലിയ തുകയാണ്. ഞാൻ പറഞ്ഞ നിസ്സാരമായ ഒരു സംഖ്യ പേഴ്സിനകത്ത് എഴുതി വെച്ചതാണ് ചെമ്പോലയിൽ. അവർ ഇട്ട് വാട്സപ്പ് വോയിസ് ഇപ്പോഴും കിടപ്പുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി. പക്ഷെ ആ വീഡിയോ ഒന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കത്തില്ല. പലപ്പോഴും എൻ്റെ വീഡിയോ കാണുമ്പോൾ പലരും ഈ വീഡിയോ കാണുമ്പോഴേ അറിയാം, കറുത്ത ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഞാൻ എഴുതി വിടുന്നത്. എന്നെ കാണാനാണ് സ്ക്രോൾ ചെയ്ത് വിട്ടിട്ടുണ്ടായിരിക്കും പല കാര്യങ്ങളും. എന്നിട്ട് ജീവിതം മുഴുവൻ കടം, വലിയ കടം, ബാധ്യത. ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്ത ഒരാൾക്കാണ് 20 ലക്ഷത്തിന് മേൽ രൂപ കടബാധ്യത പൂർണ്ണമായും വീടി. അദ്ദേഹം ചെയ്ത കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ എന്താ പറഞ്ഞത്, അദ്ദേഹം എന്തൊക്കെ ചെയ്തു ഒന്ന് ആലോചിച്ച് നോക്കി. എല്ലാം ലളിതമായ ക്ഷേത്രത്തിലുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ മനുഷ്യരറിയാതെ പോകുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ പുറകെ നടക്കുന്നു. അപ്പോൾ ചിലപ്പോൾ ഒരു വിഷമം തോന്നാറുണ്ടെങ്കിലും നിങ്ങൾ ഇതെല്ലാം ചെയ്യുക. നിങ്ങൾക്ക് കാണുന്നവർക്ക്, ചെയ്യുന്നവർക്ക് ജീവിതത്തിൽ ഉറപ്പാണ് 100% ജീവിതം മാറിയിരിക്കും, യാതൊരു സംശയമില്ല. ഒരു 0.01% പോലും സംശയമില്ല. അതുപോലെ ജീവിതം മാറ്റിയ കാര്യങ്ങളാണ്. ഇപ്പോഴെൻ്റെ മുന്നിൽ ഇരിക്കുന്ന ഇതും അനുഭവത്തിൽ നിന്ന് കിട്ടിയതാണ്, അനുഭവമാണ്. ആ അമ്മയുടെ എനിക്ക് ഇവിടെ ഭഗവാന്റെ മുന്നിൽ വെച്ചതിലല്ല, ഇത് ഞാൻ ആവശ്യപ്പെട്ടതൊന്നുമല്ല. അമ്മയ്ക്ക് അത് 4 ലക്ഷം രൂപ കിട്ടിയെന്ന് ചെറിയ കാര്യമാണ്. ഞാൻ പറഞ്ഞ ലളിതമായ കാര്യം ചെയ്തതാണ്, അല്ലാതെ വലിയ തുകയുള്ള കാര്യങ്ങളോ അല്ലെ എൻ്റെ പുറകെ ദിവസവും നടക്കാനോ, ഞാൻ പറയുന്ന അമ്പലത്തിൽ ദിവസവും അല്ലെ എൻ്റെ പുറകെ ഞാൻ പറയുന്ന കാര്യങ്ങൾ എല്ലാ ദിവസവും ചെയ്യാനോ ഒന്നുമല്ല. ചില പ്രത്യേക ദിവസങ്ങളിൽ ചില പ്രത്യേക കാര്യങ്ങൾ, ലളിതമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാതെ ചെയ്യാതിരിക്കാം. നല്ല കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ശരിയായിട്ട് ചെയ്തുകൊണ്ടൊക്കെ ജീവിതം മാറിയിട്ടുണ്ട്. ഇതൊക്കെ ഭഗവാന്റെ മുന്നിലായിരിക്കുന്നത്, ഇതൊക്കെ സത്യമായ കാര്യങ്ങളാണ്. ഇനിയും സംഖ്യാജ്യോതിഷത്തെക്കുറിച്ച് പറഞ്ഞുതരാം. ആദ്യം 1, 10, 19, 28 ഈ തീയതികളിൽ ജനിച്ചവർ, ഒന്നുകൂടി പറയാം, 1, 10, 19, 28 ഈ തീയതികളിൽ ജനിച്ചവർ, മാസം ഏതാണെങ്കിലും കുഴപ്പമില്ല, തീയതി മാത്രം നോക്കിയാൽ മതി. ഈ തീയതികളിൽ ജനിച്ചവരെല്ലാം സൂര്യൻ്റെ സ്വാധീനം കൂടുതലുള്ള വ്യക്തികളാണ്. അപ്പോൾ ഇവരുടെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം ഇവരുടെ പ്രത്യേകത പറയാം, പിന്നെ ഇവരുടെ നല്ല വയസ്സുകളും ശ്രദ്ധിക്കേണ്ട വയസ്സുകളും പ്രയോജനപ്പെടുത്താവുന്ന വയസ്സുകളും പറയും, പിന്നെ ഇവരുടെ ഭാഗ്യ നിറം, പിന്നെ ഇവരുടെ ഭാഗ്യ ദിവസം, പിന്നെ ഇവർക്ക് രക്ഷപ്പെടാൻ അത്ഭുതകരമായ ജീവിതം മാറാൻ ചെയ്യേണ്ട വഴിപാട്. ഇത്രയുമാണ് പറയുന്നത് കേട്ടോ. അപ്പം ആദ്യം പറയാം, ഇവരുടെ പ്രത്യേകതകൾ പറയാം. അതായത് ഇവരെ ഏതൊരു കാര്യത്തിനും ആർക്കും പെട്ടെന്ന് ഒരു ഭീഷണിക്കോ അല്ലെങ്കിൽ എതിർപ്പുകളെ ഒന്നും അംഗീകരിക്കുന്നവരല്ല. ഇവർക്ക് ഇവരുടേതായ ഒരു രീതിയുണ്ട്, അത് അനുസരിച്ച് ഇവർ ചെയ്യത്തുള്ളൂ. ആർക്കും ഇവരെ ഭീഷണിപ്പെടുത്തി ഒരു കാര്യം നേടാനോ ഇവരെ എതിർത്ത് തോൽപ്പിക്കാനോ അങ്ങനെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അവരവരുടെ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും, അതിന് കഴിവുള്ളവരുമാണ്. പിന്നെ ഇവർക്ക് നേതൃത്വ ശേഷി വളരെ കൂടുതലായിരിക്കും. ഏതിൻ്റെ ആണെങ്കിലും ഒരു തലപ്പത്തെത്താൻ, ഒരു മേധാവിയാകാൻ ഇവർക്ക് കഴിവ് കൂടുതലായിരിക്കും. മറ്റുള്ളവരെ കൊണ്ട് പറഞ്ഞ് അനുസരിപ്പിക്കാനും ഒക്കെ ഇവർക്ക് കഴിവ് കൂടുതലായിരിക്കും. ഒരു നേതൃത്വ ശേഷി വളരെ കൂടുതലായിരിക്കും. പിന്നെ ഇവർക്ക് അതുപോലെ തന്നെ ഇവരുടെ ഏറ്റവും പ്രധാനമായ ഒരു കഴിവുകൾ എന്ന് പറഞ്ഞാൽ, ഇവർക്ക് ഹോസ്പിറ്റൽ സംബന്ധമായ തൊഴിലുകൾ, എൻജിനീയറിംഗ് സംബന്ധമായ തൊഴിലുകൾ, അതുപോലെ പത്രപ്രവർത്തനം, രാഷ്ട്രീയം, ഉയർന്ന പദവികൾ വഹിക്കാനുള്ള കഴിവുകൾ, അഡ്മിനിസ്ട്രേഷണൽ ലെവലിൽ ഉള്ള തൊഴിലുകൾ, ഇതൊക്കെ വളരെ നല്ലതാണ്. ഇവർക്ക് അത്ര മേധാശക്തിയുള്ളവരാണ്, ബുദ്ധിശക്തിയുള്ളവരാണ്, മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ കഴിവുള്ളവരാണ്, നേതൃപാഠവുമുള്ളവരാണ്. ഇനിയും ഇവരുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ചില വയസ്സുകൾ 16, 25, 34, 43, 52, 61 കുറച്ച് വയസ്സുകളെ പറയുന്നുള്ളൂ. ഈ വയസ്സുകളാണ് ശ്രദ്ധിക്കേണ്ട വയസ്സുകൾ. ഈ വയസ്സിലുള്ള ഏതൊരു കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം. ഇനിയും ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയങ്ങളെന്ന് പറയുന്നത്, അല്ലാതെ മറ്റു വലിയ പേടിക്കേണ്ട കാര്യങ്ങളില്ല. ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വയസ്സുകൾ നല്ല വയസ്സുകളാക്കി മാറ്റാൻ പറ്റും. തടസ്സങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാൻ സാധ്യതയുള്ള വയസ്സുകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്ന വയസ്സുകൾ 1, 10, 19, 22, 28, 31, 37, 40, 46, 49, 55, 58, 63
ഈ വയസ്സുകൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്ന വയസ്സുകളാണ്. ഇനിയും ഇവരുടെ ജീവിതത്തിൽ ഇവരുടെ ഒരു 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 ഡിസഡ്വാൻറ്റേജ്, ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും എല്ലാവർക്കും ഉണ്ടല്ലോ. പിടിവാശി ചില കാര്യങ്ങൾ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ കുടുംബ ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എല്ലാവർക്കും അങ്ങനെയാണെന്നല്ല, പക്ഷെ ചിലർക്കെങ്കിലും അനുഭവം ഉണ്ടാകാം. ശ്രദ്ധിക്കുന്നതുകൊണ്ട് അത് നമുക്കത് പരിഹരിക്കാൻ പറ്റും. അതുകൊണ്ടാണ്. പിന്നെ ഇവരുടെ ഭാഗ്യ ദിവസങ്ങൾ ഞായർ, തിങ്കൾ ദിവസങ്ങൾ കൂടുതൽ ഭാഗ്യം നൽകുന്നതാണ്. ഇവർക്ക് ഭാഗ്യ തീയതികൾ 4, 13, 22, 31, 1, 10, 19, 28 ഈ തീയതികൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതുപോലെ ഇവരെ ശ്രദ്ധിക്കേണ്ട തീയതികൾ 7, 16, 25 ഈ തീയതികളിലെ ഏതൊരു കാര്യങ്ങളും കൂടുതൽ ശ്രദ്ധയോടുകൂടി ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി ഇവരുടെ ഈ വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട വയസ്സുകൾ 25, 34, 43, 52. ഇനി ഇവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി അത്ഭുതകരമായ ജീവിതത്തിൽ സമ്പത്ത് വരാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം, ശിവന് ഞായറാഴ്ച ഭാഗ്യസ്വക്ത പുഷ്പാഞ്ജലി, വെള്ള നിവേദ്യം, പാൽപ്പായസം, നെയ്വിളക്ക് ഇത് ഞായറാഴ്ചകൾ തോറും ആവർത്തിക്കുക. സാധാരണ ഞായറാഴ്ചകൾ രാവിലെ ശിവക്ഷേത്രത്തിൽ ചെയ്യുക. കറുത്തവാവ് കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച മാസത്തിലൊന്ന് ഇത് തന്നെ ചെയ്യുക മതി. കൃത്യം അവരുടെ പ്രത്യേകതകൾ, അവരുടെ ഗുണങ്ങൾ, ദോഷങ്ങൾ, ശ്രദ്ധിക്കേണ്ട വയസ്സുകൾ, നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്ന വയസ്സുകൾ, നല്ല തീയതികൾ, ശ്രദ്ധിക്കേണ്ട തീയതികൾ, ഭാഗ്യ ദിവസം, അവരുടെ ഭാഗ്യ നിറം അത് കൂടെ പറയാം. മഞ്ഞ, നീല, ചുവപ്പ് ഈ നിറങ്ങൾ ഭാഗ്യ നിറങ്ങളാണ്. പിന്നെ അവർ രക്ഷപ്പെടാനുള്ള, സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാകാനുള്ള ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ട് ക്ലിയർ കട്ടായിട്ടാണ് പറഞ്ഞു തന്നത്. ഇത് കൂടെ വ്യക്തമായിട്ട് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഇതുപോലെ ഓരോ തീയതി ജനിച്ചവരെ കുറിച്ചും പറയുന്നുണ്ട് മുഴുവൻ. അതുകൊണ്ടാണ് മുഴുവൻ കാണണമെന്ന് പറഞ്ഞത് കേട്ടോ. ഇനിയും ഏതു മാസത്തിലെ ആണെങ്കിലും 2, 11, 20, 29 ഈ തീയതികളിൽ ജനിച്ചവർ ചന്ദ്രൻ്റെ സ്വാധീനം ഉള്ള വ്യക്തികളാണ്. ചന്ദ്രദശയാണെന്നൊന്നുമല്ല, ചന്ദ്രൻ എന്ന് പറഞ്ഞ ഗ്രഹത്തിൻ്റെ സ്വാധീനം ജീവിതത്തിൽ ഉടനീളം ഉള്ളവരാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ഇവർക്ക് അനുയോജ്യമായ തൊഴിൽ മേഖലകൾ, ടീച്ചിങ് പ്രൊഫഷൻ ഇവർക്ക് ഏറ്റവും നല്ലതാണ്. പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പ്രയോജനപ്പെടുത്താവുന്ന ഏത് മേഖലകളും ഇവർക്ക് ശോഭിക്കാം. അതുപോലെ ടെക്നിക്കൽ മേഖലകൾ, ഫിനാൻസ് മേഖലകൾ ഒക്കെ ഇവർക്ക് നല്ലതാണ്. അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഇവർ ശ്രദ്ധിക്കേണ്ട ചില വയസ്സുകളാണ് ഇനിയും പറയുന്നത്. 17, 22, 26, 31, 35, 44, 53, 62 ഇവരുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താവുന്ന വയസ്സുകൾ 20, 25, 29, 34, 38, 43, 47, 52, 61 ഈ വയസ്സുകളാണ്. ഇവർക്ക് മറ്റുള്ളവരെ സഹായിക്കാനും ഒരു മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാനും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ഒരു പ്രത്യേക കഴിവ് ഉണ്ട്. പ്രത്യേക ഒരു വിശേഷ ബുദ്ധി ഇവർക്കുണ്ട്. പിന്നെ എഴുത്ത്, സാഹിത്യം, കല, എഴുത്ത് അങ്ങനെയുള്ള എഴുത്ത് സംബന്ധമായ തൊഴിലുകൾ, അതുപോലെ ചെറിയ ബിസിനസ്സുകൾ, ഇപ്പോൾ തുണിക്കച്ചവടം, റെഡിമെയ്ഡ് അങ്ങനെയുള്ള ബിസിനസ്സുകൾ ഒക്കെ നല്ലതാണ്. അതുപോലെ വാക്ചാതുര്യം, സംസാരം, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ആശയവിനിമയ ശേഷി പ്രയോജനപ്പെടുത്താവുന്ന ഏത് മേഖലകളിൽ ഇവർക്ക് ശോഭിക്കാൻ പറ്റും. പിന്നെ ഇവരുടെ ഭാഗ്യനിറം പച്ച, വെള്ള കൂടുതലായിട്ട് ഉപയോഗിക്കുക. ഇവരുടെ ഭാഗ്യ ദിവസങ്ങൾ ഞായർ, തിങ്കൾ, വെള്ളി ഈ ദിവസങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താം. ഭാഗ്യ തീയതികൾ 2, 11, 20, 29 ഈ തീയതികളും 3, 12, 21, 30 ഈ തീയതികളും പ്രയോജനപ്പെടുത്താം. 8, 17, 26, 4, 22, 31 ഈ തീയതികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എന്ന് വെച്ചു വലിയ ദോഷങ്ങളോ പേടിക്കേണ്ട കാര്യങ്ങളില്ല, ചെറിയ കാര്യങ്ങളുള്ളൂ, ശ്രദ്ധിക്കാൻ നല്ലതാണ്. ഇനിയും ഇവർക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ, ജീവിതം മാറാൻ ഇവർക്ക് ഭദ്രകാളിയെ, ദുർഗയെ, ദേവി പ്രീതി വരുത്തുന്നത് ഏറ്റവും നല്ലതാണ്. ഭദ്രകാളിയാണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് ഫലം വരും. ഇവരെപ്പോഴും ഞാൻ പറയുന്ന രീതിയിൽ, അതായത് തിങ്കൾ, വെള്ളി ഈ ദിവസങ്ങളിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ കടുംപായസം, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, വെള്ളപ്പൂക്കൾ കൊണ്ടുള്ള അർച്ചന, ഭദ്രകാളിക്കും വെള്ളപ്പൂക്കൾ കൊണ്ടുള്ള അർച്ചന ചെയ്ത് നോക്കൂ. തിങ്കൾ, വെള്ളി രാവിലെ ചെയ്യുക, അത് ആവർത്തിക്കുക. കറുത്തവാവ് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ചയും കൂടെ ചെയ്യുക, അത് മാസത്തിലൊന്ന് വീതം ആവർത്തിക്കുക. വലിയ അത്ഭുതകരമായ സമ്പത്ത് വന്നു ചേരും. അത് മതി, ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെയായി. അപ്പോൾ ഇവർക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂടുതലാണ്. പിന്നെ ഇവർക്ക് ആഡംബര കാര്യങ്ങളോട് ചില താല്പര്യം കൂടുതലാണ്. ആഡംബരം, അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ കടബാധ്യതകൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ഇനി ഇവരുടെ തന്നെ ഈ 29-ാം തീയതി ജനിച്ചവരെ പ്രത്യേകിച്ച് ഈ
തട്ടിപ്പുകളിലൊക്കെ പോയി ചാടാനോ ഇവരെ മറ്റുള്ളവർക്ക് പെട്ടെന്ന് കളിപ്പിക്കാം. ഇപ്പോൾ ഇച്ചിരി സ്വർണ്ണം തരാമോ, ഞാനത് പിന്നെ അടുപ്പിച്ച് തരാമെന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും വന്ന് ചോദിച്ചാലൊക്കെ എടുത്തു കൊടുക്കും. അത് വീട്ടുകാരെ അറിയാതെ കൊടുക്കുക, അതാണ് പ്രശ്നം. വീട്ടുകാരറിയാതെ ഒന്നും ചെയ്യരുത്. പിന്നെ തട്ടിപ്പുകളിൽ പോയി ചാടരുത്. അതൊക്കെ അവനവൻ ശ്രദ്ധിക്കണം. നമ്മളൊരു കാര്യം മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കണം. പിന്നെ 29-ാം തീയതി ജനിച്ചവർക്ക് പല കഷ്ടപ്പാടുകൾ കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനീ പറഞ്ഞ ഭദ്രകാളിയുടെ കാര്യം ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുക. 11-ാം തീയതി ജനിച്ചവരെപ്പോഴും അയൽപക്കക്കാരുമായിട്ട് സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരു പ്രോബ്ലംസ് കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. ഇനി 2-ാം തീയതി ജനിച്ചവർക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ളൊരു കഴിവ് കൂടുതലായിരിക്കും. അവർക്ക് കുടുംബകാര്യത്തിലല്ല നാട്ടുകാര്യത്തിലായിരിക്കും ചിലപ്പോൾ ഒരു കൂടുതൽ താല്പര്യം. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. കുടുംബകാര്യത്തിൽ കൂടി താല്പര്യം കാണിച്ചു പോവുക. പിന്നെ ഈ പറയുന്ന വഴിപാടുകൾ ചെയ്യുക, ഒരു കുഴപ്പമില്ല. ഏറ്റവും നല്ലൊരു ജീവിതം ഉണ്ടായി വരും, ഒരു സംശയം വേണ്ട. ഇനിയും പറയാൻ പോകുന്ന കാര്യം 3, 12, 21, 30 ഈ തീയതികളിൽ ജനിച്ചവർ വ്യാഴ സ്വാധീനം കൂടുതലുള്ള വ്യക്തികളാണ്. വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ സ്വാധീനം കൂടുതലുള്ള വ്യക്തികളാണ്. ഇവർക്ക് ടീച്ചിങ് മേഖല നല്ലതാണ്, രാഷ്ട്രീയം നല്ലതാണ്, ഒരു പ്രൊഫഷണൽ, ഒരു അക്കൗണ്ടൻറ്റ്, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ, അല്ലെങ്കിൽ ഒരു ഡോക്ടർ, ഇങ്ങനെയുള്ള മേഖലകളൊക്കെ വളരെ നല്ലതാണ്. വളരെ കഴിവുള്ളവരാണ്. ഇവർ കൂടുതൽ അനുഭവത്തിൽ നിന്ന് പഠിക്കുന്നവരാണ്. പ്രായോഗികമായ കഴിവ് കൂടുതൽ ഉള്ളവരാണ്. ഇവർക്ക് ഉന്നതമായ സ്ഥാനമാനങ്ങൾ വഹിക്കാൻ കഴിവുള്ളവരാണ്. അഡ്മിനിസ്ട്രേറ്റീവ് പദവികളൊക്കെ നല്ലതാണ്. പക്ഷേ ഇവരിൽ ഉന്നത സ്ഥാനമാനങ്ങളിൽ ഉള്ളവരുമുണ്ട്, വിദ്യാഭ്യാസം കുറഞ്ഞവരുമുണ്ട്. പക്ഷേ വിദ്യാഭ്യാസം കുറഞ്ഞവരാണെങ്കിൽ പോലും അത് ഇവരെ ബാധിക്കാറില്ല പലപ്പോഴും. ഇവർക്ക് അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്നതുകൊണ്ട് ഇവർക്ക് ഏതൊരു കാര്യം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. പിന്നെ എൻ്റെ ഒരു അഭിപ്രായം പറയുവാണെങ്കിൽ ബിസിനസ് അതുപോലുള്ള കാര്യങ്ങൾ ഇവർക്ക് അത്ര നല്ലതല്ല. എന്ന് വെച്ചാൽ ബിസിനസ് വേണം ചെയ്യാം, പക്ഷേ അത് മറ്റുള്ളവരെ പോലെ അത് ഉയർച്ച ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഇവർക്കൊരു പ്രൊഫഷണൽ ആകുന്നത് നല്ലത്. ഒരു ബിസിനസ്സെന്നല്ല, ബിസിനസ്സിനേക്കാൾ നല്ലത് ഒരു ഡോക്ടർ, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടൻ്റ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തൊഴിലായിട്ട് ചെയ്യുന്നതായിരിക്കും ഇവർക്ക് നല്ലതെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇന്നത് ബിസിനസ് ചെയ്യാൻ പാടില്ലെന്നല്ല ഞാൻ പറയുന്നത്. ഇനി അഥവാ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന രക്ഷപ്പെടാനുള്ളൊരു വഴിപാട് പറയുന്നുണ്ട്. അതുകൂടി ചെയ്തുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് വിജയിക്കാൻ പറ്റും. അതിൻ്റെ അത് സംശയമൊന്നുമില്ല. കൃഷ്ണപ്രീതി വരുത്തിയാൽ മതി. അതിനുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇവരുടെ ജീവിതത്തിൽ ഇവർ അഡ്വക്കേറ്റ്, അതുപോലെ പ്രഭാഷകന്മാരെ, അതുപോലെ സിനിമ, സീരിയൽ, നാടകം, അഭിനയം, സ്റ്റേജ് പെർഫോമർ, ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ ശോഭിക്കാൻ സാധിക്കും. അതുപോലെ ഫിനാൻസ് മേഖലകൾ, അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലൊക്കെ നല്ല രീതിയിൽ ശോഭിക്കാൻ പറ്റും. ഇനിയും ഇവരുടെ ശ്രദ്ധിക്കേണ്ട വയസ്സുകളാണ് പറയുന്നത്. അതായത് ശ്രദ്ധിക്കേണ്ട വയസ്സുകളിനകത്ത് പ്രധാനമായിട്ട് ഇവരുടെ ജീവിതത്തിലെ ഈ ശ്രദ്ധിക്കേണ്ട വയസ്സുകളിൽ പ്രധാനമായിട്ടുള്ളത് 17, 22, 26, 31, 35, 40, 44, 49, 53, 58 ഈ വയസ്സുകൾ കൂടുതൽ ശ്രദ്ധിക്കാൻ നല്ലതായിരിക്കും. അതുപോലെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്ന വയസ്സുകൾ 21, 24, 27, 30, 33, 36, 42, 45, 48, 51, 54, 57 ഈ വയസ്സുകൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിൽ ഭാഗ്യ ദിവസങ്ങൾ ചൊവ്വ, വ്യാഴം ഈ രീതിയിൽ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പറ്റും. അതുപോലെ ഭാഗ്യ തീയതികൾ 3, 6, 9, 12, 15, 18, 24, 30 ഈ തീയതികൾ വരുന്ന ദിവസങ്ങൾ കൂടുതൽ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താം. 8, 13, 26, 31 ഈ തീയതികൾ ഏതൊരു കാര്യം കൂടുതൽ ശ്രദ്ധയോടുകൂടി ചെയ്യാൻ നല്ലതാണ്. ഇനി ഇവരുടെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി ഏറ്റവും അധികം ചെയ്യേണ്ട കാര്യം കൃഷ്ണന് വ്യാഴാഴ്ചകളിൽ തോറും പുരുഷ സൂക്താർച്ചന, ഭാഗ്യസൂക്ത അർച്ചന, പാൽപ്പായസം ഇത് സാധിക്കുന്ന പോലെ ആവർത്തിക്കുക. കറുത്തവാവ് കഴിഞ്ഞ വ്യാഴാഴ്ചയും ഇത് തന്നെ ചെയ്യുക. ഇത് കൂടുതൽ ആവർത്തിക്കുക. ഉറപ്പായിട്ടും ജീവിതത്തിൽ അത്ഭുതകരമായ സമ്പത്തുണ്ടാകും. വിശ്വാസത്തോടു കൂടി ചെയ്യണം എന്ന് മാത്രമാണ്. അപ്പം ഇത് കറക്റ്റ് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞത് ചെയ്താൽ ഇവരുടെ ജീവിതത്തിൽ എല്ലാ ഉയർച്ചകളും ഉണ്ടായി വരും. ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞു, നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്ന കാര്യം പറഞ്ഞു, ഇവരുടെ ഗുണം പറഞ്ഞു, ഇവരുടെ ദോഷം പറഞ്ഞു, ശ്രദ്ധിക്കേണ്ട വയസ്സുകൾ പറഞ്ഞു, നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്ന വയസ്സുകൾ പറഞ്ഞു, ഭാഗ്യ ദിവസങ്ങൾ പറഞ്ഞു, ശ്രദ്ധിക്കേണ്ട തീയതികൾ പറഞ്ഞു, നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്ന തീയതികൾ പറഞ്ഞു, ഇവരുടെ പ്രത്യേകതകൾ പറഞ്ഞു, ഇവർക്ക് കൃത്യം രക്ഷപ്പെടാനുള്ള വഴിയും പറഞ്ഞു. ദാറ്റ്സ് ഓൾ. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇതിൻ്റെ ഇടയ്ക്കൊരു കാര്യം പറയുകയാണ്. എന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല.
ഞാൻ മിക്കവാറും വർക്കിൽ തന്നെ ആയിരിക്കും. വാട്സപ്പിലെ വർക്കുകൾ തന്നെ സമയത്തിന് തീരുന്നില്ല. നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. ചെയ്യേണ്ടവർ വാട്സപ്പിൽ ഇട്ടാൽ മതി, ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. അതുകൂടി ഇതിൻ്റെ കൂടെ പറയുകയാണ്. എല്ലാ വീഡിയോയിലും പറയുന്നത് പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. 4, 13, 22, 31 ഈ തീയതികളിൽ ജനിച്ചവരെല്ലാം രാഹുവിൻ്റെ സ്വാധീനം ഉള്ളവരാണ്. ഇവർ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇവർക്ക് തൊഴിലിന് ഇറങ്ങേണ്ടി വരുന്നതായിട്ട് കാണാറുണ്ട്, വളരെ ചെറുപ്പത്തിൽ തന്നെ. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തൊഴിലിന് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി മോശമായിരിക്കും, പിന്നെ അതുകൊണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും അല്ല, ഇതൊക്കെ ഇപ്പോൾ ചിലർക്കെങ്കിലും അത് കാണാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധ്യതകൾ ഇവർക്ക് കൂടുതലാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ തൊഴിലിന് ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാം. വളരെ ചെറുപ്പത്തിൽ തന്നെ ജീവിത പ്രാരാബ്ധങ്ങൾ തലയിൽ വെക്കേണ്ടതായിട്ട് ഇവർക്ക് വരാം. അതുകൊണ്ട് തന്നെ ഇവർക്ക് അനുഭവ പരിചയം കൂടുതലാണ്, ഇവർ കഴിവുള്ളവരാണ്, വളരെ കഴിവ് കൂടുതലുള്ളവരാണ്. കാരണം പല കാര്യങ്ങളും ചെയ്താണ് ഇവർക്ക് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് ഇവർ പ്രായോഗിക ബുദ്ധി കൂടുതലുള്ളവരാണ്. ഇവർക്ക് ചെറുപ്പത്തിലെ അച്ഛൻ്റെയോ അമ്മയുടെയോ ആരുടെയെങ്കിലും ഒരാളുടെ അനുഭവമോ സ്നേഹക്കുറവോ ഒക്കെ ഉണ്ടാകാം. എല്ലാവർക്കും അല്ലെങ്കിൽ ചിലർക്കെങ്കിലും അങ്ങനെ ഉണ്ടാകാം. ഇവർ വളരെ സൂക്ഷ്മ ബുദ്ധിയുള്ളവരാണ്. ഇവരാരെന്ത് പറഞ്ഞാലും ഇവരുടേതായ ഒരു കാഴ്ചപ്പാടുണ്ട്, ആ രീതിയിൽ ഇവർ ചെയ്യത്തുള്ളൂ. അല്ലാതെ ആരും പറഞ്ഞാൽ ഇവരെ അംഗീകരിക്കുന്നൊന്നുമില്ല. ഇവർക്ക് ചില ചിന്താഗതികളുണ്ട്, മറ്റുള്ളവർ ചിന്തിക്കുന്ന പോലെ അല്ല ഇവർ ചിന്തിക്കുന്നത്. ഇവർക്ക് ബുദ്ധി കൂടുതലാണ്. അതുകൊണ്ട് ഇവർ വേറൊരു ആംഗിളിൽ നിന്നായിരിക്കും, വേറൊരു തലത്തിൽ നിന്നാണ് ഇവർ ചിന്തിക്കുന്നത്. പക്ഷേ ഇവരുടെ കണക്കൂട്ടലുകൾ പലപ്പോഴും ശരിയായിരിക്കാം. ഇവർ സൂക്ഷ്മ ബുദ്ധിയുള്ളവരാണ്, കഴിവുള്ളവരാണ്. ഇവർക്ക് ഏറ്റവും നല്ല മേഖലകൾ കണക്ക്, നിയമം, മികച്ച അഡ്വക്കേറ്റുമാർ, മികച്ച കണക്ക് കൈകാര്യം ചെയ്യുന്നവർ, അതൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിക്കോട്ടെ, ഒരു അക്കൗണ്ടൻ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഫിനാൻസ് കൈകാര്യം ചെയ്യുന്നൊരു വ്യക്തി ആയിക്കോട്ടെ, കഴിവ് കൂടുതല. പിന്നെ എഞ്ചിനീയറിംഗ് മേഖലകളിൽ കഴിവ് കൂടുതല, ഫാർമസി, മെഡിസിൻ അങ്ങനെയുള്ള മേഖലകളിൽ കഴിവ് കൂടുതല. ഡിസൈനിങ് മേഖലയ്ക്ക് ഇവർക്ക് നല്ലതാണ്. ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ്, അല്ലെ ഫാഷൻ ഡിസൈനിങ്, അല്ലെ ഏത് തരത്തിലുള്ള ഡിസൈനിങ് ആണെങ്കിലും ഇവർ കഴിവ് കൂടുതലാണ്. അതുപോലെ പോലീസ്, പട്ടാളം, ദേശസേവനം, സർവീസിങ് മേഖലകൾ, ഇതിലൊക്കെ ഇവർക്ക് കഴിവ് കൂടുതലാണെന്നുള്ളതാണ്. അപ്പം വിശേഷ ബുദ്ധിയുള്ളവരാണ് ഇവർ. പിന്നെ ഇവരുടെ ഒരു പോരായ്മ, ഇവരുടെ ജീവിതത്തിൽ ചെറിയ കാര്യങ്ങൾ മതി ഇവരുടെ ജീവിതത്തിൽ വലിയ രീതിയിൽ അത് ബാധിക്കും. ഇവരുടെ തൊഴിലിനെ ബാധിക്കും, ഇവരെ മൊത്തത്തിൽ പിടിച്ച് ഒലയ്ക്കും. മാനസികമായിട്ട് ചെറിയ കാര്യങ്ങൾ കൊണ്ട് ഇവർക്ക് മാനസികമായിട്ട് വലിയ സ്ട്രെസ് ഉണ്ടാകുന്നവരാണ് മറ്റുള്ളവരെ അപേക്ഷിച്ച്. അപ്പോൾ അതൊരു പരിഹാരങ്ങളൊക്കെ ചെയ്താൽ മതി, മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ മതി. മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ശീലിക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ ലഹരി അതുപോലുള്ള കാര്യങ്ങൾ, ഇപ്പം മദ്യപാനമൊക്കെ കഴിവതും ഉപയോഗിക്കുമെന്നോ ഉപയോഗിക്കത്തില്ലെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്, കഴിവതും ഒഴിവാക്കുക. കാരണം ഇവർക്ക് ഈ തീയതികളിൽ ജനിച്ചവർ 4, 13, 22, 31 ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പലപ്പോഴും ഈ ചിലപ്പോൾ വഴക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർ വയലൻ്റായിട്ട് എന്തോ ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ കഷ്ടകാലത്തിന് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ജയിലിൽ കിടക്കേണ്ടയോ അല്ലെങ്കിൽ ജീവിതം കേസും വഴക്കുമായിട്ട് അങ്ങ് പോകും. അപ്പോൾ അതുകൊണ്ട് ലഹരി അതുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക, പ്രത്യേകിച്ച് കൂട്ടുകൂടിയുള്ള കാര്യങ്ങൾ. പിന്നെ ഇവരെ മറ്റുള്ളവരാൽ ചതിക്കപ്പെടാനും ചിലപ്പോൾ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കൂട്ടുകൂടിയുള്ള കാര്യങ്ങളൊക്കെ കഴിവതും ഒഴിവാക്കുക. ആരും മോശക്കാരാണെന്നോ ആരും ഒഴിവാക്കണമെന്നല്ല, നമ്മൾ ശ്രദ്ധിക്കുക. എല്ലാവർക്കും അങ്ങനെയല്ല, ചിലർക്കെങ്കിലും ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാകാം. ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഗുണമുള്ളൂ. എന്ന് വെച്ചാൽ കൂട്ടുകാരെല്ലാം മോശക്കാരാണെന്നോ ഒഴിവാക്കണമെന്നല്ല, നമ്മുടെ കാര്യം നോക്കി മുന്നോട്ട് പോവുക. മനസ്സിലായല്ലോ? കൂട്ടുകെട്ടുകൾ കൊണ്ട്, പ്രത്യേകിച്ച് ലഹരിയും കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ആപത്തുകളിൽ പോയി ചാടാം. മനസ്സാവാചം അറിയാതെ ചിലപ്പോൾ അകത്ത് പോകാം. ഇവർക്ക് എന്തോ ചെയ്യുന്ന പോലും ചിലപ്പോൾ അറിയണമെന്നില്ല, ആരുടെയെങ്കിലും കൂടെ ആയിരിക്കും ചിലപ്പം പോകുന്നത്. പക്ഷെ കേസ് വരുമ്പോൾ ഇവരുടെ പേരിലായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇവരതിൽ അറിയാതെ ചിലപ്പോൾ ഇൻവോൾവ് ആയിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഇൻവോൾവ് ആകുന്നതുകൊണ്ട് തന്നെ ആയിരിക്കും ഇവരുടെ പേര് കേസ് വരുന്നത്, അല്ല ചുമ്മാ വരത്തില്ലല്ലോ. അപ്പോൾ ഇവർക്ക് കൂട്ടുകാർക്ക് വേണ്ടി ചിലപ്പോൾ ഇവർ എന്തും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് മദ്യപാനം, കൂട്ടുകെട്ട്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കഴിവതും ഒഴിവാക്കണം. അപ്പോൾ അത് നന്നായിരിക്കും. എന്തിനാണ് ഞാൻ പറയുന്നത്? ഇതൊക്കെ എത്രയോ അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട്, എത്രയോ ജീവിതങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മൾ പറയുന്ന മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് പോയവർ ജീവിതത്തിൽ ഒരു കുഴപ്പമില്ല, അത് ഏറ്റവും നല്ല നിലയിൽ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയാണ് പറഞ്ഞു തരുന്നത്. ഇനി ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ചില കാലഘട്ടങ്ങൾ, 14 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള കാലഘട്ടം വളരെ ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ്. തെറ്റായ വഴികളിൽ, തെറ്റായ സുഹൃത്ത് ബന്ധങ്ങളിലൊക്കെ പോകാൻ സാധ്യത ഉള്ളതാണ്. അതുപോലെ 22 വയസ്സ് മുതൽ 26 വയസ്സ് വരെയുള്ള കാലഘട്ടം, അതുപോലെ 25, 26 വയസ്സുകൾ, അതുപോലെ 33, 34, 35 വയസ്സുകൾ. ഈ വയസ്സുകളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ചില കാലഘട്ടങ്ങളാണ്. ഇനി ഇവരുടെ വയസ്സിൽ ശ്രദ്ധിക്കേണ്ട വയസ്സുകൾ പറയാം. 17, 25, 26, 35, 40, 44, 53, 62 ഈ വയസ്സുകൾ ശ്രദ്ധിക്കേണ്ട വയസ്സുകളാണ്.
നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്ന വയസ്സുകൾ 22, 24. 22 എന്ന് പറഞ്ഞാൽ 22 ഒരു പകുതി നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ആദ്യ പകുതി, ആദ്യത്തെ 6 മാസം. 22, 24, 27, 30, 31, 36, 37, 46, 55 ഈ വയസ്സുകളൊക്കെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇവരുടെ ഭാഗ്യനിറം നീലയാണ്. കൂടുതലും കടുനീല ഇവർക്ക് നല്ല ഭാഗ്യം നൽകുന്നതാണ്. കഴിവതും കറുപ്പ് അതുപോലുള്ള നിറങ്ങളൊക്കെ ഒഴിവാക്കണം. പിന്നെ ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് രക്ഷപ്പെടാൻ ഏറ്റവും ഉള്ള ഒരു കാര്യം, കൃഷ്ണന് വ്യാഴാഴ്ച ദിവസം പാൽപ്പായസം, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, ത്രിമധുരം, തുളസിമാല കയ്യിൽ പിടിച്ച് ഒരു തുളസിലയുടെയെങ്കിലും പുണ്യം എനിക്ക് എൻ്റെ കുടുംബത്തിന് തരണമെന്ന് പറഞ്ഞ് 3 വലത്ത് വെച്ച ശേഷം അടക്കി വെക്കണം. അങ്ങനെ വെക്കണം, നല്ല പ്രയോജനം ഉണ്ടാകും. ഇത് വ്യാഴാഴ്ചകൾ രാവിലെ ചെയ്യുക. കറുത്തവാവ് കഴിഞ്ഞിട്ട് വ്യാഴാഴ്ച ഇത് തന്നെ ചെയ്യുക, ആവർത്തിക്കുക. മലയാള മാസം 1-ാം തീയതിയും കൃഷ്ണക്ഷേത്രത്തിൽ പോയി ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, പാൽപ്പായസം, തുളസിമാല സമർപ്പിക്കണം. അതുപോലെ തന്നെ ഭദ്രകാളിക്ക് വെള്ളിയാഴ്ചകളിൽ ചെമ്പരത്തിമാലയും ചുവന്ന പൂക്കൾ കൊണ്ടുള്ള അർച്ചനയും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും സമർപ്പിക്കണം. അത് വെള്ളിയാഴ്ചകൾ ആവർത്തിക്കണം. ആ മലയാള മാസം ആദ്യ വെള്ളിയാഴ്ച രാവിലെ ഒരു ഗണപതി ഹോമം, വൈകിട്ടൊരു ഭഗവതി സേവയും കൂടെ ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. സാധിക്കുന്ന പോലെ ആവർത്തിക്കണം. കാരണം ജീവിതത്തിൽ പെട്ടെന്ന് നല്ല അത്ഭുതകരമായ സമ്പത്ത് വരും. ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ ഞാനൊരു വീഡിയോ തുടങ്ങിയപ്പോൾ ഉദാഹരണം പറഞ്ഞല്ലോ, കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു ചെയ്തവരൊക്കെ അതിൻ്റെ ഗുണം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യുക. ഞാൻ അനുഭവങ്ങളാണ് പറയുന്നത് കേട്ടോ. ഇങ്ങനെ ചെയ്തവർക്കൊക്കെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആവർത്തിക്കുക, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യുക. ചെയ്തവർക്ക് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ആ അനുഭവങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇനി 5, 14, 23 5, 14, 23 ഈ തീയതികളിൽ ജനിച്ചവർ ബുധസ്വാധീനമുള്ളവരാണ്. അപ്പം ഞാനീ പറയുന്നതെല്ലാം തീയതികളാണ്, മാസം. ഞാൻ ഈ വീഡിയോ പറയുന്ന മുഴുവൻ കാര്യങ്ങളും, മുഴുവൻ തീയതികളും മാസം വിഷയമേ അല്ല, തീയതികൾ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. അതെപ്പോഴും പറയേണ്ട കാര്യമില്ലല്ലോ, ഞാനൊന്നുകൂടെ ഓർപ്പിച്ചതേ ഉള്ളൂ. അപ്പോൾ 5, 14, 23 ഈ തീയതികളിൽ ജനിച്ചവരെല്ലാം ബുധൻ്റെ സ്വാധീനം ഉള്ളവരാണെന്ന് ഞാൻ പറഞ്ഞു. ഇനിയും ഇവർക്ക് ബുദ്ധിശക്തി വളരെ കൂടുതലായിരിക്കും. ഇവർക്ക് ബാങ്കിങ് മേഖല, ഫിനാൻസ് മേഖല, ടെക്നിക്കൽ മേഖല ഒക്കെ വളരെ, നഴ്സിംഗ് മേഖല, മെഡിസിൻ മേഖല ഇതൊക്കെ വളരെ ആണെന്നുള്ളതാണ്. എൻജിനീയറിംഗ് മേഖലയൊക്കെ നല്ലതാണ്. കാരണം ഇവർ അതുപോലെ തന്നെ നിയമം, അഡ്വക്കേറ്റ് അങ്ങനെയുള്ള മേഖലകൾ നല്ലത് തന്നെയാണ്. ഇവർ മികച്ച കഴിവുള്ളവരും ബുദ്ധിശാലികളും നയതന്ത്രം ഏറ്റവും കൂടുതൽ പ്രയോഗിക്കുന്ന ആളുകളാണ്. നയതന്ത്രം പ്രയോഗിക്കാൻ, നയം പ്രയോഗിക്കാൻ കഴിവുള്ളവരാണ്. ഇവർ സമയത്തിനനുസരിച്ച് പ്രവർത്തിക്കാനും സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാനും കഴിവുള്ളവരാണ്. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവർക്ക് മികച്ച സൗഹൃദങ്ങൾ ഉണ്ടാക്കാനും നിലനിർത്താനും പറ്റുന്നു എന്നുള്ളത് തന്നെയാണ്. ഇവർക്ക് വിദ്യാഭ്യാസ സംബന്ധമായിട്ട് നല്ല കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാനും ഒക്കെ, ചിലർക്ക് കൂടുതൽ അറിവ് നേടാനും ചിലർക്ക് പ്രായോഗികമായിട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും കഴിവുള്ളവർ തന്നെയാണ്. പിന്നെ ഇവരുടെ ജീവിതത്തിലെ ഇവർക്ക് ഇതുപോലെ തന്നെ ഇവർക്ക് ഈ സ്റ്റേജ് പെർഫോമർ, അതുപോലെ ജേർണലിസം, മീഡിയ, പത്രപ്രവർത്തനം, എഴുത്ത്, ഫിനാൻസ് മേഖലകൾ, ഷെയർ മാർക്കറ്റിംഗ്, കലാമേഖലകൾ ഒക്കെ നല്ലത് തന്നെയാണ്. ഇവർക്ക് ഏതിനും ബുദ്ധിപരമായിട്ട് ഏത് മേഖലകളെയും പ്രയോജനപ്പെടുത്താൻ കഴിവുള്ളവരാണ്. അപ്പോൾ ഇവർക്ക് ഭാഗ്യം നൽകുന്നത് ഇളം നീലയാണ്, ലൈറ്റ് ബ്ലൂ. കറുപ്പ് കഴിവതും ഒഴിവാക്കുക. ഇവരുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട തീയതികളും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്ന തീയതികളുമാണ് ഇനിയും പറയുന്നത്. ശ്രദ്ധിക്കേണ്ട തീയതികൾ 8, 17, 26 ഈ തീയതികൾ ശ്രദ്ധിക്കണം. നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്ന തീയതികൾ 5, 9, 14, 18, 23, 27 ഈ തീയതികൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താം. ഇപ്പം പറഞ്ഞ തീയതികളാണ്. ഇനി വയസ്സുകളാണ് പറയാൻ പോകുന്നത്. അതായത് ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു വയസ്സാണ് 20, 26, 35, അതുപോലെ 44, 53 ഈ വയസ്സുകൾ ശ്രദ്ധിക്കേണ്ട വയസ്സുകളാണ്. ഇതിൽ ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്താവുന്ന വയസ്സുകൾ 22, 23, 27, 32, 36, 40, 41, 45, 50 ഈ വയസ്സുകൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇനി ഇവരുടെ ജീവിതത്തിൽ 23-ാമത്തെ വയസ്സ്, 32-ാമത്തെ വയസ്സ്, 41-ാമത്തെ വയസ്സ്, 50-ാമത്തെ വയസ്സ് ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്ന സമയങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ പരിഹാരങ്ങളിലൂടെ ചെയ്യണം, അപ്പോഴാണ് പ്രയോജനം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ചുമ്മാ പ്രയോജനപ്പെടുമെന്ന് പറഞ്ഞാൽ പ്രയോജനപ്പെടണമെന്നില്ല. അതിനുവേണ്ട പരിഹാരങ്ങളിലൂടെ ഞാൻ പറയുന്നുണ്ട്. കാരണം ഒരാളുടെ ഗ്രഹനില അനുസരിച്ച്, അല്ലെങ്കിൽ കൈരേഖ അനുസരിച്ച് മറ്റു പല തടസ്സങ്ങളും കാണും. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൂടെ ചെയ്യണം. അപ്പോൾ ഞാൻ കൃത്യമായി രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു തരുന്നുണ്ട്, പരിഹാരം പറഞ്ഞു തരുന്നത്, അത് ചെയ്ത് പോയാൽ മതി. ഇപ്പോൾ ഒരു ചെറുപ്പം തൊട്ടേ വഴിപാട് നേരത്തെ തൊട്ടേ ചെയ്യുവാണെങ്കിൽ 22, 23 വയസ്സിൽ
ബെറ്റർ ജോലി, ശമ്പളം മേടിക്കാൻ ഉള്ള കഴിവുള്ളവരാണ്. ഇനി അതല്ല എങ്കിൽ ഇവർ കുറച്ചുകൂടെ കഴിഞ്ഞാൽ പരിഹാരങ്ങൾ ചെയ്യുന്നത് 32 വയസ്സിൽ രക്ഷപ്പെടാൻ നല്ലൊരു ടൈമാണ്, അല്ലെങ്കിൽ 41, അല്ലെങ്കിൽ 50. അപ്പം ഇപ്പം തൊട്ട് എപ്പോഴാണ് നിങ്ങൾ കാണുന്നത്, ഇപ്പം തൊട്ട് നിങ്ങൾ വഴിപാടുകൾ ചെയ്യുക. ആ രക്ഷപ്പെടാനുള്ള വഴി ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. കൃഷ്ണന് വഴിപാട് ചെയ്യുന്ന ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തും. പ്രത്യേകിച്ച് ഇവർക്ക് ബുധനാഴ്ച കൃഷ്ണന് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, ത്രിമധുരം, പുരുഷ സൂക്താർച്ചന ഇത് ചെയ്യുക. ബുധനാഴ്ചകൾ ആവർത്തിക്കുക. അതുപോലെ കർത്തവാവ് കഴിഞ്ഞത് ബുധനാഴ്ച ഇത് തന്നെ ചെയ്യുക. മലയാള മാസം 1-ാം തീയതി ഇത് തന്നെ ചെയ്യുക. മതി. ജീവിതത്തിൽ എല്ലാ ഉയർച്ചകളും ഉണ്ടാകാൻ വേണ്ടി അത് ഉപകരിക്കും. ഇനിയും പറയാൻ പോകുന്നത് 6, 15, 24 ഈ തീയതികളിൽ ജനിച്ചവരെല്ലാം ശുക്രൻ്റെ സ്വാധീനം കൂടുതലായിട്ടുള്ളവരാണ്. ഇവർക്ക് ഏറ്റവും നല്ല മേഖലകൾ ഫിനാൻസ് മേഖലകൾ നല്ലതാണ്, സർവീസിങ് മേഖലകൾ നല്ലതാണ്, കൺസൾട്ടിങ് എന്ന് വെച്ചാൽ ഡോക്ടറെ, അതുപോലെ അഡ്വക്കേറ്റ്, അതുപോലെ ഏത് തരത്തിലുള്ള കൺസൾട്ടിങ് മേഖലകൾ ഇവർക്ക് നല്ലതാണ്. ടെക്നിക്കൽ മേഖലകൾ, എഞ്ചിനീയറിംഗ് മേഖലകൾ നല്ലതാണ്. അഡ്മിനിസ്ട്രേറ്റീവ് മേഖലകൾ നല്ലതാണ്. കലാമേഖലകൾ, ഡാൻസ്, സിനിമ, നാടകം, അഭിനയം, സീരിയൽ അഭിനയം ഇങ്ങനെയുള്ള മേഖലകളൊക്കെ നല്ലതാണ്. സ്റ്റേജ് പെർഫോമർ ഇങ്ങനെയുള്ള മേഖലകളൊക്കെ നല്ലതാണ്. അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട സമയങ്ങൾ 22, 25, 26 വയസ്സുകളാണ് പറയുന്നത്. 22 വയസ്സ്, 25, 26, 34, 35, 43, 44, 52, 53 ഈ വയസ്സുകളാണ് ശ്രദ്ധിക്കേണ്ടത്. കൂടുതൽ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്ന വയസ്സുകൾ 21, 24, 27, 30, 33, 36, 39, 42, 45, 47, 48, 51, 54, 57 ഈ വയസ്സുകൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റമുണ്ടാകാൻ ചെയ്യേണ്ട വഴിപാട് ഞാൻ പറഞ്ഞുതരാം. അത് ഭദ്രകാളിക്കാണ്. ഭദ്രകാളിക്ക് വെള്ളിയാഴ്ച കടുംപായസം, ചെമ്പരത്തിമാല സമർപ്പിക്കുക. കുളമുള്ള ഭദ്രകാളി ക്ഷേത്രം തന്നെ തിരഞ്ഞെടുക്കുക. അവിടെ മലർ കൊണ്ട് മീനോട്ടൂർ ചെയ്യുക. ഇത് രാവിലെ ചെയ്യണം. അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യണം. 10 രൂപ തികച്ചെടുക്കാനില്ലാത്തവർ ലക്ഷങ്ങൾ ഉണ്ടാക്കി സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവരുണ്ട്. ഞാൻ ഈ നാവുകൊണ്ട് പറഞ്ഞു കൊടുത്ത ഈ നമ്പറുകാരൻ. അപ്പോൾ ഇത് ചെയ്താൽ മതി, കൃത്യം ചെയ്താൽ മതി. ജീവിതത്തിൽ എല്ലാ ഉയർച്ചകളും ഉണ്ടാകും. പിന്നെ മലയാള മാസം 1-ാം തീയതി കൃഷ്ണക്ഷേത്രത്തിൽ പോയി ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, പാൽപ്പായസം, ത്രിമധുരം ഭഗവാന് സമർപ്പിക്കണം. ഒരു കൈ പിടിപ്പണം ചില്ലറ ഭഗവാന് സമർപ്പിക്കണം. അതുകൂടെ ആവർത്തിക്കണം. ഇനി ഇവരുടെ ജീവിതത്തിൽ നല്ല ഒരു ട്രെയിനിങ് ഉണ്ടാക്കാവുന്ന വയസ്സുകൾ 30, 30, 39 ബെറ്റർ ചേഞ്ച് ഉണ്ടാക്കാവുന്ന ചില സമയങ്ങളാണ് 47, 48. അപ്പോൾ ഇപ്പോൾ തൊട്ടേ വഴിപാടുകൾ ചെയ്യുക. ഇവരുടെ ഭാഗ്യ നിറം നീലയാണ്, ഡാർക്ക് ബ്ലൂ ഇവരുടെ. അത് കൂടുതലായിട്ട് ഉപയോഗിക്കുക. കറുപ്പ് കഴിവതും കുറച്ച് ഉപയോഗിക്കുക. ഇനി ഇവരുടെ ജീവിതത്തിൽ ഏതൊരു കാര്യങ്ങളും തുടങ്ങണമെന്നുണ്ടെങ്കിൽ 8, 17, 26 ഈ തീയതികൾ ഒഴിവാക്കുക. അത് തുടങ്ങാൻ പറ്റത്തില്ലെന്നോ ചെയ്യാൻ പറ്റത്തില്ലെന്നോ അല്ല, നമ്മൾ വേണ്ട രീതിയിൽ ഒരു ഉയർച്ച ഉണ്ടാകണമെന്നില്ല. തട്ടിയും മുട്ടിയും അങ്ങ് പോകും. നല്ലൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകണമെങ്കിൽ ഏതൊരു കാര്യവും 6, 15, 24, 3, 12, 21, 30 ഈ തീയതികളിൽ ചെയ്യുക. ഇനി അതുമല്ല 4, 13, 22, 31, 4, 13, 22, 31 ഈ തീയതികളിൽ പ്രയോജനപ്പെടുത്തിയാലും നല്ലതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവരുടെ കാര്യങ്ങൾ. ശ്രദ്ധിക്കേണ്ട വയസ്സുകൾ, നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തേണ്ട വയസ്സുകൾ, ഇവരുടെ പ്രത്യേകതകൾ, ഇവരുടെ തൊഴിൽ മേഖലകൾ, ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇവരുടെ ഭാഗ്യ ദിവസം വെള്ളിയാഴ്ചയാണ് കൂടുതൽ ഭാഗ്യം. വെള്ളിയും വ്യാഴവും കൂടുതൽ ഭാഗ്യം വെള്ളിയാഴ്ചയാണ്. ശ്രദ്ധിക്കേണ്ട തീയതികൾ, നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്ന തീയതികൾ, കൃത്യം ചെയ്യേണ്ട രക്ഷപ്പെടാൻ, സമ്പത്തുണ്ടാകാൻ, അത്ഭുതകരമായ സമ്പത്തുണ്ടാകാനുള്ള വഴിപാടുകൾ, എവറിത്തിങ് പറഞ്ഞു കഴിഞ്ഞു. ദാറ്റ്സ് ഓൾ. ഇനിയും 7, 16, 25 7, 16, 25 ഈ തീയതികളിൽ ജനിച്ചവർക്ക് കേതു എന്ന് പറഞ്ഞ ഗ്രഹത്തിൻ്റെ സ്വാധീനമാണ് ജീവിതത്തിലുടനീളം. ഇവർ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണ്. അതുപോലെ വ്യത്യസ്തമായി ഏതൊരു കാര്യം ചെയ്യാൻ കഴിവുള്ളവരാണ്, മറ്റുള്ളവർ ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട്. അതുപോലെ തന്നെ ഇവർക്ക് സിനിമ, സീരിയൽ, നാടകം, അഭിനയം, കലാപ്രവർത്തനങ്ങൾ, തിരക്കഥ, സംവിധാനം, അഭിനയം എല്ലാം നല്ലതാണ്. അതുപോലെ തന്നെ ഇവർക്ക് സർഗ്ഗവാസനയുള്ളവരാണ്. വീഡിയോഗ്രഫി, ഫോട്ടോഗ്രഫി, വിഷ്വൽ മീഡിയ, ഡിസൈനിങ്ങുകൾ ഇങ്ങനെയുള്ള മേഖലകളും ഇവർക്ക് നല്ലതാണ്. ഇവരെ പലതിലും ഇച്ചിരി സാഹസികത ഇഷ്ടപ്പെടുന്നവരാണ്. ഇപ്പം ഒരു സാധാരണ ഒരാൾ ഒരു ഫോട്ടോഗ്രാഫി ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരിഷ്ടപ്പെടുന്ന വൈൽഡ് ഫോട്ടോഗ്രാഫി ആയിരിക്കും. ഇച്ചിരി സാഹസികതയുള്ള കാര്യങ്ങളാണ്. ഇവർ യാത്ര പോകുന്നുണ്ടെങ്കിൽ സാധാരണ എല്ലാവരും പോകുന്ന പോലല്ല, ആരും പോകാത്ത ചില സ്ഥലങ്ങളിൽ പോകാനായിരിക്കും ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ ഒരു വ്യത്യസ്തത എപ്പോഴും പുലർത്തുന്നവരാണ് ഇവർ കഴിവുള്ളവരാണ്. ഇവരുടെ ജീവിതത്തിൽ എപ്പോഴും തൊഴിൽപരമായിട്ട് ഒരു ഇടവേളകൾ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടേയിരിക്കും. അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എല്ലാവർക്കും അല്ലെങ്കിൽ ചിലർക്കെങ്കിലും ആണെങ്കിലും സാധ്യത കൂടുതലാണ്. അതുപോലെ വിവിധ ഭാഷകൾ പഠിക്കാനും വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യാനും ഭാഷകൾ തർജ്ജമ ചെയ്യാനും ഒക്കെ ഇവർക്ക് വിശേഷമായ സ്കിൽ, സ്പെഷ്യൽ ടാലൻറ്റ് ഇവർക്കുണ്ടായിരിക്കും. പിന്നെ ഇവർക്ക് ആത്മീയമായ കാര്യങ്ങളോട് താല്പര്യം,
ആത്മീയമായ കാര്യങ്ങൾ അന്വേഷിക്കുക, ആത്മീയമായ കാര്യങ്ങൾ ചെയ്യുക. ഇതിനൊക്കെയുള്ളൊരു അവസരങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ഇവർ ആത്മീയതയിലോട്ട് വരുന്നുണ്ടെങ്കിൽ അത് അനുഭവത്തിലൂടെ ആയിരിക്കും. മാത്രമല്ല, നല്ല രീതിയിലുള്ള ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ടൊരു അനുഭവം ഉണ്ടായി കഴിയുമ്പോഴായിരിക്കും ഇവർ ശരിക്കും ആത്മീയതയിലേക്ക് വരുന്നത്. അത് വന്നതുമാണ്. പിന്നെ വളരെ ആഴത്തിൽ ആത്മീയത ഇഷ്ടപ്പെടുന്നവരാണ്. അത് ഇവരുടെ ആത്മീയത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സത്യമായ വിദ്യയാണ് ഇവർ അന്വേഷിക്കുന്നത്. സത്യസന്ധമായ ആത്മീയതയാണ് ഇവർ അന്വേഷിക്കുന്നത്. അല്ലാതെ ഒരു 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 ആഡംബരങ്ങൾ നിറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല. ആത്മാവിനെയാണ്, ആത്മവിദ്യയാണ് ഇവർ കൂടുതൽ അന്വേഷിക്കുന്നത്. ഇവരുടെ ഭാഗ്യ നിറം പച്ചയും മഞ്ഞയുമാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക. ഇവരുടെ ഭാഗ്യ ദിവസങ്ങൾ ഞായർ, തിങ്കൾ ഒക്കെയാണ്. ഇവരുടെ ശ്രദ്ധിക്കേണ്ട വയസ്സുകൾ 17, 26, 35, 44, 53 ഈ വയസ്സുകളാണ്. നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്ന വയസ്സുകൾ 25, 34, 43, 52 ഈ വയസ്സുകളൊക്കെയാണ്. ഇനി ഇവരുടെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്ന തീയതികൾ 7, 16, 25 ഈ തീയതികൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താം. അതുപോലെ തന്നെ 3, 12, 21, 3, 12, 21, 30 ഈ തീയതികൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താം. അതുപോലെ തന്നെ ഇവർക്ക് 2, 11, 20 ഈ തീയതികൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താം. ശ്രദ്ധിക്കേണ്ട തീയതികൾ 7, 16, ശ്രദ്ധിക്കേണ്ട തീയതികൾ 8, 17, 26, 4, 13, 22, 31 തീയതികളാണ്. അപ്പം ശ്രദ്ധിക്കേണ്ട തീയതികൾ. ഇനി ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് ഉയർച്ചയ്ക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ, പ്രധാന കാര്യം സർപ്പത്തിന് വഴിപാട് ചെയ്താൽ പെട്ടെന്ന് ജീവിതം മാറും. അത് മലയാള മാസം ഞായറാഴ്ച, സാധാരണ മലയാള മാസം ആദ്യത്തെ വെള്ളിയാഴ്ച ഗണപതിയുടെ പറയാം, ഗണപതി സർപ്പത്തിന് വഴിപാട് ചെയ്താൽ പെട്ടെന്ന് മാറും. മലയാള മാസം ആദ്യത്തെ വെള്ളിയാഴ്ച ഗണപതിക്ക് ഭാഗ്യസൂക്താർച്ചന, പിന്നെ ഗണപതി സൂക്താർച്ചന, ത്രിമധുരം ഗണപതിക്ക് എന്തും സമർപ്പിക്കാമല്ലോ. ത്രിമധുരം, പിന്നെ ഗണപതിക്ക് ഇഷ്ട നിവേദ്യങ്ങളുണ്ടെങ്കിൽ ഇഷ്ട നിവേദ്യങ്ങൾ എല്ലാം കൂടെ ചെയ്യാനല്ല. ഈ ഗണപതിക്ക് കറുകമാലയും മുക്കുറ്റിമാലയും ഗണപതി സൂക്താർച്ചനയും കൂടെ വെക്കുന്ന നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ചെയ്യുക. ഇത് ഗണപതിക്ക് ചെയ്യുക. ഗണപതിക്ക് നിവേദ്യങ്ങൾ സമർപ്പിക്കാൻ നല്ലതാണ്. ലഡു ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും ഗണപതിക്ക് സമർപ്പിക്കാം. ഇത് മലയാള മാസം ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലെ ചെയ്യണം. കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന വെള്ളിയാഴ്ച രാവിലെ ചെയ്യണം. പിന്നെ അത് ഗണപതിക്ക് സാധിക്കുന്ന പോലെ ആവർത്തിക്കുക. ഈ സർപ്പ ദേവതകൾക്ക് തിങ്കളാഴ്ച പാലഭിഷേകം ചെയ്താൽ വളരെ സമ്പത്തുണ്ടായി വരും. അത് തിങ്കളാഴ്ചയും ചെയ്യണം, കറുത്തവാവ് കഴിഞ്ഞതും തിങ്കളാഴ്ചയും ചെയ്യണം. സാധാ തിങ്കളാഴ്ചകളും കറുത്തവാവ് കഴിഞ്ഞതും തിങ്കളാഴ്ചകളും സാധിക്കുന്ന പോലെ ആവർത്തിക്കുക. ജീവിതത്തിൽ അത്ഭുതകരമായ സമ്പത്തുണ്ടാകാനും ഉപകരിക്കും. ഇപ്പോൾ എന്ത് ചെയ്താലും ആ വിശ്വാസത്തോടു കൂടി ചെയ്യണം. ചെയ്തു കഴിയുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. അത് ഏത് ദേവതയ്ക്ക് എന്നെ വഴിപാട് ചെയ്താലും എന്നാലേ അത് ബലം കാണത്തുള്ളൂ. നമ്മൾ ചെയ്തു കഴിഞ്ഞ് ചിന്തിച്ചാൽ അത് സംശയമുള്ളതുകൊണ്ടാണ്. സംശയത്തോടെ എന്ത് ചെയ്താലും ബലം ഉണ്ടാകുന്നത്. വഴിപാട് ചെയ്യുമ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക, ചെയ്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. അങ്ങനെ സാധിക്കുന്ന പോലെ ആവർത്തിക്കുക. ഏത് വഴിപാടായാലും 1, 2 തവണ ചെയ്യേണ്ട കാര്യമില്ല, ചിലപ്പം കൂടുതൽ ചെയ്യേണ്ടി വരും. ഇതെല്ലാം ലളിതമായ കാര്യങ്ങളാണ്. അത് അവനവൻ ആവശ്യമുണ്ടെങ്കിൽ ആവർത്തിക്കുക. ചെയ്തവർക്ക് അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. ഞായർ, തിങ്കൾ ദിവസങ്ങൾ ഭാഗ്യ ദിവസങ്ങളാണ്. അത് ഞാൻ പറഞ്ഞു. അപ്പം വേണ്ട കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ആയി. അപ്പോൾ അത് വേണ്ടത് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇനിയും പറയാൻ പോകുന്നത് 8, 17, 26 ഈ തീയതികളിൽ ജനിച്ചവരെല്ലാം ശനി സ്വാധീനം കൂടുതലുള്ളവരാണ്. ഇവർക്ക് കണക്ക് സംബന്ധമായ തൊഴിലുകൾ, എഞ്ചിനീയറിംഗ് സംബന്ധമായ തൊഴിലുകൾ, നിയമവുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുകൾ, ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുകൾ, ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ഒക്കെ ഇവർക്ക് നല്ലതാണ്. ഫിനാൻസുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ഒക്കെ ഇവർക്ക് നല്ലതാണ്. ഇവരുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു ഉയർച്ച താഴ്ചകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ്സ്, അപ്രതീക്ഷിതമായ സംഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇപ്പോൾ ഒരു ബിസിനസ് നല്ലതാണ്. വലിയൊരു ബിസിനസ്സുകാരനാണ്, ഒരു നിമിഷം ആയിരിക്കും ചിലപ്പം ഇവർ ഒരു വല്ലാത്ത സാമ്പത്തികമായിട്ട് ഒരു താഴ്ചയിലേക്ക് കൂപ്പുകുത്താം. അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ്സ് ആയിരിക്കും ഇവരുടെ ജീവിതത്തിൽ എപ്പോഴും. ഇന്നത്തെ എല്ലാവരും അങ്ങനെയാണെന്നല്ല, ചിലർക്കെങ്കിലും അതിനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഇവർ ജോലിയോട് വളരെ ആത്മാർത്ഥത കാണിക്കുന്നവരാണ്. മറ്റുള്ളവർ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരാണ്. ജോലി സംബന്ധമായിട്ട്, തൊഴിൽ സംബന്ധമായിട്ട് മറ്റുള്ളവർ ചിന്തിക്കാത്ത കാര്യങ്ങൾ ഇവർ ചിന്തിക്കും. തൊഴിൽ സംബന്ധമായിട്ട് പുതിയ ആശയങ്ങൾ കണ്ടുപിടിക്കാനും പുതിയ തൊഴിൽ മേഖലയിൽ പരിവർത്തനങ്ങൾ വരുത്താനും ഇവരെ പോലെ കഴിവുള്ളവർ വേറെ ഇല്ല എന്ന് തന്നെ പറയാം. അങ്ങനെ വിശേഷ ബുദ്ധിയുള്ളവരാണ്, സൂക്ഷ്മ ബുദ്ധിയുള്ളവരാണ്. ഏതിലും വളരെ ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ പുതിയ ആശയങ്ങൾ കൊണ്ടുവരാൻ ഇവർക്ക് പ്രത്യേക കഴിവുള്ളവരാണ്.
ഇവരൊക്കെ രാഷ്ട്രീയം നല്ലതാണ്. ഇവർ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെയാണ് ഇവർ കൊണ്ടുവരുന്ന പുതിയ പുതിയ കാര്യങ്ങളായിരിക്കും, ആരും ചിന്തിക്കാത്ത കാര്യങ്ങളാണ്. ബിസിനസ്സുകാരാണെങ്കിലും പുതിയ പുതിയ ബിസിനസ് തന്ത്രങ്ങളായിരിക്കും, ഒരിക്കലും ആരും സ്വപ്നം കാണാത്ത രീതിയിൽ, ഇതുവരെ ആരും ചിന്തിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും ഇവർ കൊണ്ടുവരുന്നത്. അങ്ങനെയുള്ള ഏറ്റവും കഴിവുള്ളവരാണ് ഇവർ. ഏറ്റവും ആഗ്രഹിക്കുന്ന ജീവിതത്തിൽ ഏറ്റവും ഉയർന്ന ഏറ്റവും ടോപ്പിൽ പോകാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഒരു മീഡിയ ലെവലിൽ നിൽക്കാൻ ഇവർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിൽ പലപ്പോഴും ഒരു ഒറ്റപ്പെടലുകൾ എല്ലാം ഉണ്ടെങ്കിലും ഒരു ഒറ്റപ്പെടലുകൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാം. പിന്നെ ഇവർ കുടുംബജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഇവരുടെ ജീവിതത്തിൽ ഇവരുടെ സാമ്പത്തികമായിട്ട് സ്ഥിരതയ്ക്ക് പലപ്പോഴും തടസ്സം ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ കൃഷ്ണനെ മുറുക്കെ പിടിക്കണം, ഭദ്രകാളിക്ക് വഴിപാട് ചെയ്യണം. അതെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇനി ഇവരുടെ ശ്രദ്ധിക്കേണ്ട വയസ്സുകൾ 22, 25, 31, 33, 40, 43, 51, 51, 57 ഈ വയസ്സുകളാണ്. നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്ന വയസ്സുകൾ 17, 20, 26, 29, 35, 38, 44, 47, 53, 56 ഈ വയസ്സുകളാണ് ശ്രദ്ധിക്കേണ്ടതല്ല, പ്രയോജനപ്പെടുത്തേണ്ട വയസ്സുകൾ. ഒന്നുകൂടെ പറയാം. പ്രയോജനപ്പെടുത്താവുന്ന വയസ്സുകൾ 17, 20, 26, 29, 35, 38, 44, 47, 53, 56 ഈ വയസ്സുകളാണ് ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്ന വയസ്സുകൾ. ഇനി ഇവരുടെ ജീവിതത്തിൽ കൂടുതൽ ചേഞ്ചുകൾ ഉണ്ടാക്കാവുന്ന ചില പീരീഡുകൾ പറഞ്ഞുതരാം. 29 വയസ്സ് നല്ല ബെറ്റർ ചേഞ്ച് ഉണ്ടാക്കാവുന്ന സമയമാണ്. 38 വയസ്സ് ബെറ്റർ ചേഞ്ച്, നല്ലൊരു ചേഞ്ച് ഉണ്ടാക്കാവുന്ന സമയം. 47 വയസ്സ്, 56 വയസ്സ് ഒരു വലിയൊരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ചില സ്പെസിഫിക് ടൈമിങ്ങളാണ് പറഞ്ഞത്. ഇനിയും ഇവരുടെ ജീവിതത്തിൽ എല്ലാവരും പറയും ശനി കറുപ്പ് നല്ലതാണ്. ഞാൻ പറയുന്നത് നീല ഉപയോഗിക്കുക, നീല നിറം കൂടുതലായിട്ട് ഉപയോഗിക്കുക. നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും, ഒരു സംശയവും വേണ്ട. കൃത്യമാണ്, ചെയ്തു രക്ഷപ്പെട്ടിരിക്കും. ഇനിയും ഇവരുടെ ഭാഗ്യ ദിവസങ്ങൾ ശനി നല്ലതാണ്, തിങ്കളാഴ്ച നല്ലതാണ്, ഭാഗ്യ ദിവസങ്ങളായിട്ട് പ്രയോജനപ്പെടുത്തുക. ഇവർ ജീവിതത്തിൽ ഇവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ വ്യാഴാഴ്ച, ചൊവ്വാഴ്ച, മലയാള മാസം 1-ാം തീയതി ഈ 3 ദിവസങ്ങളിലും കൃഷ്ണക്ഷേത്ര ദർശനം ഡെഫിനറ്റായിട്ടും ചെയ്തിരിക്കണം. രാവിലെ പറ്റുന്ന വഴിപാടുകൾ ചെയ്യുക. പിന്നെ ഞാൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, സാധിക്കുമെങ്കിൽ ചെയ്യുക. ചെയ്തവർക്ക് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, ത്രിമധുരം, പുരുഷ സൂക്താർച്ചന, ഒരു കൈ ചില്ലറ ഭഗവാന് സമർപ്പിക്കുക. ഇത് ആവർത്തിക്കണം. മലയാള മാസം 1-ാം തീയതി ഭഗവാന് ഒരു വസ്ത്രം സമർപ്പിക്കണം. ഇതൊന്നും ആരും പറഞ്ഞു തരത്തില്ല. വസ്ത്രം എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഒരു മുണ്ടും നേരിയതോ അല്ലെങ്കിൽ മുണ്ടോ ഒക്കെ സമർപ്പിക്കണം. പെട്ടെന്ന് ജീവിതം മാറും. വസ്ത്രം സമർപ്പിക്കുന്നതിനകത്ത് ചില രഹസ്യമുണ്ട്. ഇത് മലയാള മാസം 1-ാം തീയതി ആവർത്തിക്കണം. ഒരു മുണ്ടിന് എത്ര രൂപയാകത്തുള്ളൂ. ജീവിതം അടിമുടി മാറും. നിങ്ങളുടെ ജീവിതത്തിൽ താഴ്ചകൾ ഉണ്ടാകത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്നുള്ള പ്രതിസന്ധികൾ ഉണ്ടാകത്തില്ല. ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ സാമ്പത്തികമായി നിലപൊത്തത്തില്ല. ഞാൻ അങ്ങനെയുള്ള കാര്യം പറഞ്ഞു തരുന്നത്. ഇനി അതുപോലെ തന്നെ ഭദ്രകാളിക്ക് വെള്ളിയാഴ്ച കടുംബായുസം, ചെമ്പരത്തിമാല, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, ചുമന്ന പുകലും വെള്ളപ്പുകൾ കൊണ്ട് അർച്ചന ചെയ്യുക. ഇത് ആവർത്തിക്കുക. അത് മാസത്തിൽ വെള്ളിയാഴ്ചകൾ തോറും ആവർത്തിക്കുക. അവനോട് ഇഷ്ടമുണ്ട് ചെയ്താൽ മതി കേട്ടോ, ഞാൻ പറയുന്നേ ഉള്ളൂ. ഇതെല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ ആവർത്തിക്കുക. ആവശ്യമുള്ളവർ അങ്ങനെ ചെയ്തവർക്ക് ബലം ഉണ്ടായിട്ടുണ്ട്. 1-2 വെള്ളിയാഴ്ച ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഇനിയും ഇതിൽ ലളിതമായ കാര്യങ്ങളല്ലേ ഉള്ളൂ. ഇനി കാർത്തിക നക്ഷത്രം വരുന്ന ദിവസം രാവിലെ ഭദ്രകാളി ക്ഷേത്രത്തിൽ, അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ കടുംബായുസം, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, നെയ്വിളക്ക്, ചുമന്ന പൂക്കൾ കൊണ്ടുള്ള അർച്ചന ഇത് മാസത്തിൽ 1 വീതം രാവിലെ ആവർത്തിക്കുക. മതി, കൂടുതലൊന്നും ചെയ്യണ്ട. അപ്പം ഇവരുടെ പ്രത്യേകതകൾ, കഴിവുകേടുകൾ, ശ്രദ്ധിക്കേണ്ട വയസ്സുകൾ, നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്ന വയസ്സുകൾ, ശ്രദ്ധിക്കേണ്ട തീയതികൾ അത് ഞാൻ പറയാം. 8, 17, 26, 22, 13 ഈ തീയതികളിൽ ഏതൊരു കാര്യങ്ങളും ശ്രദ്ധിക്കണം. 8, 17, 26, 13, 22, 31 ഈ തീയതി ഏതൊരു കാര്യങ്ങളും കൂടുതൽ ശ്രദ്ധയോടുകൂടി ചെയ്യണം. നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്ന തീയതികൾ 8, 17, 26, 22, 31 ഇത് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ആ പറഞ്ഞ ഒന്നുകൂടെ വ്യക്തമാക്കാം. പറഞ്ഞതിൽ ഒരു ചെറിയ മിസ്റ്റേക്കുണ്ട്. 8, 17, 26, 20, 11, 29, 30 ഈ തീയതികൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്ന തീയതികളാണ്. ശ്രദ്ധിക്കേണ്ട തീയതികൾ 4, 13, 22, 31, 16, 7, 25 ഈ തീയതികളാണ്. ക്ലിയർ ആയല്ലോ? വ്യക്തമായിട്ട് രണ്ടാമത് ഇപ്പം ഞാൻ പറഞ്ഞു തന്നു. എനിക്ക് എല്ലാ സംശയമൊന്നും വേണ്ട. അപ്പം വേണ്ട കാര്യങ്ങളെല്ലാമായി. ഇനി കൃത്യം രക്ഷപ്പെടാനുള്ള വഴിപാടും പറഞ്ഞു തന്നു. അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. അറിയേണ്ടത് അറിയുക, അറിയേണ്ട സമയത്ത് അറിയുക, ആത്മാർത്ഥമായിട്ട് ചെയ്യുക, ആവർത്തിച്ച് ചെയ്യുക, സാധിക്കുന്ന പോലെ. അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ഇനിയും പറയാൻ പോകുന്നത് 9, 18, 27 9, 18, 27
ഈ തീയതികളിൽ ജനിച്ചവരെല്ലാം ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ സ്വാധീനം കൂടുതലുള്ളവരാണ്. ഇവർക്ക് ടെക്നിക്കൽ മേഖലകൾ, ബിസിനസ്സുകാർ, മികച്ച അഡ്മിനിസ്ട്രേഷൻ, ഫിനാൻസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ, ഡിസൈനിങ് മേഖലകൾ കൈകാര്യം ചെയ്യാൻ, പ്രിൻറ്റിങ്, പബ്ലിഷിങ്, ഡിസൈനിങ്, ഇങ്ങനെയുള്ള മേഖലകൾ, അലുമിനിയം ഫാബ്രിക്കേഷൻസ് വർക്ക്, നിർമ്മാണ വർക്കുകൾ, ബിൽഡിംഗ് കോൺട്രാക്ടർ, അങ്ങനെയുള്ള മേഖലകൾ എന്ന് വേണ്ട ഇത്തരം ഇത്തരം മേഖലകളിലെല്ലാം കഴിവുള്ളവരാണ് ഇവർ. സിനിമ, സീരിയൽ, നാടകം, അഭിനയം ഒക്കെ ഇവർക്ക് നല്ലത് തന്നെയാണ്. രാഷ്ട്രീയം എല്ലാം നല്ലത് തന്നെയാണ്. ഇവരൊരു പ്രത്യേകത, ഇവരേത് തൊഴിൽ ചെയ്താലും ഇവർക്ക് ആരുടെ കീഴിൽ ജോലി ചെയ്യുന്നത് അത്ര ഇഷ്ടമല്ല. കുറച്ച് നാൾ ചെയ്താൽ പോലും സ്വന്തം നിലയിൽ എന്തെങ്കിലും ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഞാൻ പറഞ്ഞ് വഴിപാട് ചെയ്ത ഈ 9 പലരും സ്വന്തം രീതിയിൽ തൊഴിൽ ചെയ്തിട്ടുണ്ട്, സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്, കാശുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള വഴി പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇത് ഇവരുടെ പ്രത്യേകതകളാണ് പറഞ്ഞത്. ഇനി ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സാമ്പത്തികമായിട്ട് ലോൺസ്, ലയബിലിറ്റീസ് കാര്യങ്ങളെ കൂടുതലെടുത്ത് തലയിൽ വെക്കരുത്. ഇവരെവിടെ നിന്നാലും ഇങ്ങോട്ട് വരും, ലോണ് തരാം, അത് തരാം, ഇത് തരാം. എപ്പോഴും ബാധ്യതകൾ ഇവരെ പിടിച്ച് ഏൽപ്പിക്കാൻ വേണ്ടി ആളുകൾ വന്നുകൊണ്ടിരിക്കും. അതിലൊന്നും പോയി ചാടരുത്. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇവരുടെ കഴിവുകൾ പറഞ്ഞു. ഇനി ഇവരെ ശ്രദ്ധിക്കേണ്ട വയസ്സുകൾ 17, 35, 44, 53 ഈ വയസ്സുകളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്ന വയസ്സുകൾ 18, 23, 27, 32, 36, 41, 45, 50, 54 ഈ വയസ്സുകൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്ന വയസ്സുകളാണ്. ഇനിയും ഇവരുടെ ഭാഗ്യ ദിവസങ്ങൾ വ്യാഴം, ചൊവ്വ ഈ ദിവസങ്ങൾ കൂടുതൽ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇവരുടെ ഭാഗ്യ തീയതികൾ 9, 18, 27, 5, 14, 23, 30 ഈ തീയതികൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താം. ശ്രദ്ധിക്കേണ്ട തീയതികൾ 8, 17, 26, 22, 13 ഈ തീയതികൾ ശ്രദ്ധിക്കണം. ഇനിയും ഇവരുടെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം, ഒരു ഭദ്രകാളിക്കാണ് വഴിപാട് ചെയ്യേണ്ടത്. അതായത് വെള്ളിയാഴ്ച ഭദ്രകാളിക്ക് കടുംപായസം, ചുവന്ന പൂക്കളും വെള്ളപ്പൂക്കൾ കൊണ്ടുള്ള അർച്ചന, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുക. ഇത് കുളമുണ്ടെങ്കിൽ അവിടെ മലരുകൊണ്ട് മീനൂട്ടോട് നടത്തുക. ഇത് സാധിക്കുന്ന വെള്ളിയാഴ്ചകളൊക്കെ രാവിലെ ആവർത്തിക്കുക. അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യുക. കറുത്തവാവ് കഴിഞ്ഞിരുന്ന വെള്ളിയാഴ്ച രാവിലെ ഒരു ഭഗവതി സേവ രാവിലെ ചെയ്യത്തില്ല. രാവിലെ ഒരു പറഞ്ഞപ്പം മാറിപ്പോയതാണ്, ഒന്നുകൂടെ പറയാം. കറുത്തവാവ് കഴിഞ്ഞു വരുന്ന വെള്ളിയാഴ്ച രാവിലെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ രാവിലെ ഒരു ഗണപതി ഹോമം എങ്ങനെ ചെയ്യണം? ഇവരുടെ 4 പേരും പറഞ്ഞ് ഭാഗ്യസൂക്തം ജപിച്ച് ഗണപതി ഹോമത്തിൽ പാൽപ്പായസം ഹോമിക്കണം. തലേദിവസം തിരുമേനിമാരോട് പറഞ്ഞാൽ അവർക്കത് രാവിലെ ചെയ്യും. ആ സമയത്ത് പോയി കണ്ട് തൊഴുകയും കൂടി ചെയ്യണം, നല്ലതാണ്. ഇങ്ങനെ മാസത്തിൽ 1 വീതം ആവർത്തിക്കണം. കറുത്തവാവ് കഴിഞ്ഞിരുന്ന വെള്ളിയാഴ്ച രാവിലെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ, പിന്നെ വ്യാഴാഴ്ച കൃഷ്ണക്ഷേത്രത്തിൽ പോകണം. ഭഗവാന്റെ നെയ്വിളക്ക്, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, ത്രിമധുരം ഇത് ആവർത്തിക്കണം. ഞാൻ പറഞ്ഞ കൃത്യമായിട്ട് ചെയ്തവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ചെയ്ത് വിശ്വാസത്തോടെ ചെയ്യണമെന്ന് മാത്രം. സാധിക്കുന്ന പോലെ ആവർത്തിക്കുക. പിന്നെ കൃഷ്ണക്ഷേത്രത്തിലേക്ക് അന്നദാനം ചെയ്യണം വ്യാഴാഴ്ച. ഉറപ്പാണ്, ഞാൻ പറഞ്ഞൊരു സ്വന്തമായിട്ട് തൊഴിൽ ചെയ്ത് രക്ഷപ്പെട്ടിട്ടുണ്ട്. സ്ഥാപനങ്ങളിലേക്ക് ജോലി ചെയ്തവരെ സ്വന്തം നിലയിൽ ബിസിനസ് സ്വന്തം നിലയിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. വ്യാഴാഴ്ചകളിൽ കൃഷ്ണക്ഷേത്രത്തിലേക്ക് അന്നദാനം ഉള്ള ക്ഷേത്രത്തിൽ അതിന് നിങ്ങളുടെ ഭാഗമായിട്ട് എന്തെങ്കിലും ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യത്തോടെ ചെയ്താൽ മതി, ഉറപ്പായിട്ട് രക്ഷപ്പെട്ടിരിക്കും. അപ്പം ഇവരുടെ കഴിവുകേടുകൾ, ശ്രദ്ധിക്കേണ്ട വയസ്സുകൾ, നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്ന വയസ്സുകൾ, ശ്രദ്ധിക്കേണ്ട തീയതികൾ, നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്ന തീയതികൾ, ഭാഗ്യ ദിവസം, കൃത്യമായിട്ട് ജീവിതത്തിൽ രക്ഷപ്പെടാൻ, അത്ഭുതകരമായ ജീവിതം മാറാൻ വേണ്ടി ഏത് വഴിപാട് ഏത് ദേവതകൾക്ക് ചെയ്യണം, എന്ന് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു തന്നു. ഇതിൻ്റെ അപ്പുറമൊന്നുമില്ല. അപ്പോൾ ഇത് ആവശ്യമുള്ളവർ, താല്പര്യമുള്ളവർ പ്രയോജനപ്പെടുത്തുക. ഞാൻ ഇത്രയും മെനക്കെട്ട് പറഞ്ഞു തന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്. എനിക്കിത് ലളിതമായിട്ട് പറയാം, പറഞ്ഞ് പെട്ടെന്ന് നിർത്താം. പിന്നെ എനിക്കിത് ഇപ്പോൾ കുറേ പാർട്ട് വീഡിയോകളായിട്ട് ചെയ്യാം. പക്ഷേ ഞാൻ വിചാരിക്കുന്നൊരു കാര്യം, ഇത് വീഡിയോ കാണുന്നവർക്ക് ഒരാളുടെ ജനനത്തീയതിയെക്കുറിച്ച് പറയുമ്പോൾ വേറൊരാൾക്കും അറിയാൻ താല്പര്യം കാണും. അത് വേറൊരു ജനനത്തീയതി ആയിരിക്കും. അപ്പോൾ ഒരു വീഡിയോ തന്നെ ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കും കാണാമല്ലോ എന്ന് മാത്രമാണ് ചിന്തിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഇത്രയും മെനക്കെട്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇത് നിങ്ങളുടെ ജീവിതം മാറ്റുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ മാക്സിമം നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യണം. കാരണം എൻ്റെ ഈ വീഡിയോകൾ, ഇത്തരം നല്ല കാര്യങ്ങൾ, ഈ വീഡിയോകളൊന്നും അധികം ആളുകൾ കാണാറില്ല. ഒരു 5000, 7000 ഒക്കെ ഓടിയിട്ട് അവിടെ നിൽക്കും, പിന്നെ ഓടത്തില്ല. കാരണം അത്ര നല്ല കാര്യങ്ങളായതുകൊണ്ടാണ്. നമ്മൾ ചുമ്മാ എന്തെങ്കിലും കുറേ കാര്യങ്ങൾ പറയുകയോ ഒരു യുക്തിയില്ലാത്ത കാര്യങ്ങൾ പറയുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു നിർത്തുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അത് ചിലപ്പം കുറേ ആളുകൾ ചിലപ്പം കണ്ടേക്കാം. പക്ഷെ എനിക്ക് മനസ്സായിട്ട് ശരിയെന്ന് തോന്നുന്നത് ചെയ്തോളൂ. പറയുന്നത് ആത്മാർത്ഥമായിട്ട് പറയും.
ഇനി 9, 18, 27 തീയതികളിൽ ജനിച്ചവർക്ക് സ്വന്തം നിലയിൽ ബിസിനസ്സൊക്കെ ചെയ്യാൻ വളരെ കഴിവുള്ളവരാണ് കേട്ടോ. സ്വന്തം നിലയിൽ ഏത് കാര്യം ചെയ്യാം. അപ്പോൾ അത് വഴിപാടുകൾ ചെയ്യുമ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതൊക്കെ ഒരുപാട് ആളുകളുടെ ജീവിതം മാറ്റിയ കാര്യങ്ങളാണ്. ഞാൻ തന്നെ എൻ്റെ ഈ നാവ് കൊണ്ട് പറഞ്ഞു. അപ്പോൾ ഇത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. എൻ്റെ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും എൻ്റെ അനുഭവങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. ഇതൊക്കെ സാമാന്യ ഫലങ്ങളാണ്, പൊതുഫലങ്ങളാണ്. എങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന കാര്യങ്ങളാണ്. നിങ്ങളുടെ കൈരേഖയും ഗ്രഹനിലയും സംഖ്യാജ്യോതിഷം ഇത് മൂന്നൂടെ വെച്ച് നോക്കുമ്പോഴാണ് ആക്യുറേറ്റായിട്ട് കിട്ടുന്നത്. എങ്കിലും ഈ കാര്യങ്ങൾ തന്നെ ജീവിതം മാറ്റുന്ന കാര്യങ്ങളാണ്. ജീവിതത്തിൽ നന്മ മാത്രം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. വലിയ ഉയർച്ച നൽകുന്ന കാര്യങ്ങളാണ്. അത്ഭുതകരമായ സമ്പത്ത് നൽകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളെല്ലാം ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം.